എല്ലാവർക്കും നമസ്കാരം. ഈ ചർച്ചയുടെ പശ്ചാത്തലം സുജിത്തിൻ്റെ സാന്നിധ്യത്തോടു കൂടി തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എല്ലാ കാര്യത്തിലും മുന്നിലാണ് കേരളം എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ തല കുനിച്ചിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലല്ല, ലോക്കപ്പിനകത്താണ് എന്ന് പറയുന്നതായിരിക്കും ശരി. എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടായിട്ടും അടിസ്ഥാന മനുഷ്യാവകാശത്തിനായി കേരളീയർക്ക് പേടിച്ചും വിറച്ചും പോലീസ് സ്റ്റേഷനുകൾക്കകത്ത് നിൽക്കേണ്ടി വരുന്നത് എന്നാണ് നമ്മുടെ അടിസ്ഥാന ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന അതിഥികൾ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു മുഖവുരയ്ക്ക് നിൽക്കുന്നില്ല. ശ്രീ എ ഹേമചന്ദ്രൻ, മുൻ DGP, പോലീസിനെ അകത്തു നിന്നും പുറത്തു നിന്നും സൂക്ഷ്മമായി കണ്ടിട്ടുള്ള ആളാണ്. നന്നായി വിലയിരുത്തുകയും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുകയും തിരുത്താൻ ശ്രമിക്കേണ്ടിടത്ത് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ഹേമചന്ദ്രൻ, എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം, എന്തിനാണ് പോലീസ് ഒരാളെ അടിക്കുന്നത്? ഒരു വാചകം മാത്രം പറഞ്ഞിട്ട് ഞാൻ മറുപടിയിലേക്ക് വരാം. ഹോർത്തൂസ് പോലുള്ളൊരു വലിയ സാംസ്കാരിക വേദിയിൽ ഗൗരവമായി ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. കാരണം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ കോർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അന്തസ്സാണ്. ഈ ലോക്കപ്പിൽ സംഭവിച്ചത്, സുജിത്തിന് സംഭവിച്ചത് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കേറ്റ മർദ്ദനം എന്നതിനപ്പുറം ആ ജനാധിപത്യത്തിൽ നമ്മൾ വിലമതിക്കുന്നത് എന്താണോ, മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത്, അതിൻ്റെ മേലുള്ള ഒരു ആക്രമണമാണ് ഈ സംഭവം. അങ്ങനെയാണത് കാണേണ്ടത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വരുന്ന മറുപടി, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ അധമമായ പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. സുജിത്തിൻ്റെ കാര്യത്തിലും അതുപോലെ വെളിയിൽ വന്ന ചില കാര്യങ്ങളിൽ അങ്ങേയറ്റം നികൃഷ്ടമായ അധമമായ പ്രവൃത്തി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഏതാനും വ്യക്തികളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച എന്നതിനപ്പുറം അത് അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല, ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല. അതിനപ്പുറം നമ്മളിത് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി, ജനാധിപത്യം, ഭരണഘടനയിൽ മനുഷ്യൻ്റെ അന്തസ്സ്, ആർട്ടിക്കിൾ 21, ഇതൊക്കെ പറയുമ്പോഴും പോലീസിംഗ് എന്ന് പറയുന്നത് കാലാകാലമായി തുടർന്ന് വന്നിട്ടുള്ള, അതിൽ വന്നിട്ടുള്ള ചില ഉപസംസ്കാരം, തെറ്റായ രീതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭരണഘടന മഹത്തായ ആദർശങ്ങൾ പ്രഖ്യാപിച്ചു, ഇതൊക്കെ പറഞ്ഞു, മനുഷ്യൻ്റെ അന്തസ്സ്. പക്ഷേ അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് മർദ്ദനം പോലുള്ള ചില തെറ്റായ പ്രവണതകൾ, അതിനെ നിലനിർത്തുന്ന ഒരു ഉപസംസ്കാരം കേരളത്തിൽ ഇന്നും നിലവിലുണ്ട് എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിൽ ഒരുപക്ഷെ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന മലബാർ പ്രദേശത്ത്, മലബാർ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത്, മദ്രാസ് പ്രസിഡൻസിയുടെ കാലമായിരുന്നപ്പോൾ, അന്ന് 1854 മദ്രാസ് പ്രസിഡൻസിയിൽ, അന്ന് മലബാറൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോലീസ് മർദ്ദനം, അതേക്കുറിച്ച് അന്ന് ജനാധിപത്യം സജീവമായിരുന്ന ബ്രിട്ടനിൽ വലിയ കോലാഹലമുണ്ടായി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവരുടെ കീഴിലുള്ള ഭരണത്തിന് കീഴിൽ നടക്കുന്ന പോലീസ് മർദ്ദനം പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വിധേയമായി. അവിടുത്തെ പത്രങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് എഴുതി. ഞാൻ പറയുന്നത് 1854 പഞ്ച് പോലുള്ള മാഗസിനിൽ കാർട്ടൂൺ വന്നു. അതേ തുടർന്ന് ടോർച്ചർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു 3 അംഗ കമ്മീഷൻ അവർ നിയോഗിച്ചു. ആ കമ്മീഷൻ കുറച്ച് വെള്ളപൂശി. പക്ഷേ അവർ പറഞ്ഞു, ഇന്ത്യയിൽ മദ്രാസ് പ്രസിഡൻസിയിൽ വ്യാപകമായി, മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ മലബാറെല്ലാം അതിൻ്റെ ഭാഗമാണ്, വ്യാപകമായി ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട് എന്നവർ അംഗീകരിച്ചു. അവർ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞവരത് തള്ളിക്കളഞ്ഞില്ല, അവർ അത് അംഗീകരിച്ചു. അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരൊരു വെള്ളപൂശൽ നടത്തിയത്, അവർ പറഞ്ഞത് ഈ ഇന്ത്യക്കാരുടെ ജന്മസിദ്ധമായൊരു സ്വഭാവമാണ് ഈ മർദ്ദനം. അവരത് പ്രൊക്ലിവിറ്റി ഓഫ് ദി നേറ്റീവ് ഇന്ത്യൻസ് എന്നൊരു പ്രയോഗമാണ് എഴുതിയിരിക്കുന്നത്, ജന്മസഹജ വാസന. എന്നിട്ട് ഒന്നുകൂടെ എഴുതി, ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി, യൂറോപ്യൻസ് വന്നതോടുകൂടി ഇതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആ പോലീസിങ്ങിൽ നിലനിന്ന കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായി കൺഫെഷൻ കിട്ടുന്നതിന് വേണ്ടിയൊക്കെ നടത്തിയിരുന്ന മർദ്ദന രീതികൾ, അത് കാലാകാലങ്ങളിൽ ഇത് ഒരു രാജൻ സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ
അടിയന്തരാവസ്ഥ, ഇതൊക്കെ വലിയ തോതിൽ വരുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ അടിസ്ഥാനപരമായി ഒരു ജനാധിപത്യ സമൂഹത്തിൽ പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ കുറ്റാന്വേഷണത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഇതിൽ ഇത്തരത്തിലുള്ള ബലപ്രയോഗം, ലോക്കമർദ്ദനം, കസ്റ്റഡി മർദ്ദനം, ഇതുപോലുള്ള പ്രവണതകൾ അതിൻ്റെ പേരിൽ സമൂഹത്തിൽ പോലീസ് സംവിധാനത്തിനുള്ളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ ഏതാണ്ട് എല്ലായിടത്തും എല്ലാ കാലത്തും നിലനിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്രിയ സത്യം. അതാണ് യാഥാർത്ഥ്യം. കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അതൊരു വശം. അതുപോലെ മറ്റു പലവിധ കാരണങ്ങൾ. ഇപ്പോൾ ബലപ്രയോഗത്തിന്, യൂസ് ഓഫ് ഫോഴ്സ്, ഈ പോലീസിനെ വ്യത്യസ്തമാക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ബലപ്രയോഗത്തിനുള്ള അധികാരം പോലീസിന് നൽകിയിട്ടുണ്ട്. അധികാരം അതൊരു ഉത്തരവാദിത്വമാണ്. അധികാരം എന്നതിനേക്കാൾ ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ വിനിയോഗിക്കണം, ഏത് നിലയിൽ ഇത് വിനിയോഗിക്കണം, ഏത് നിലയിൽ വിനിയോഗിക്കാൻ പാടില്ല എന്നതിന് നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്, കോടതി റൂളിങ്ങുകളുണ്ട്, ഇതൊക്കെയുണ്ട്. ഈ പരിശീലന കേന്ദ്രത്തിലൊക്കെ പഠിപ്പിക്കേണ്ടതും അതാണ് ഞങ്ങളെയൊക്കെ. പക്ഷേ ഫലത്തിൽ വരുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ടോർച്ചർ കമ്മീഷൻ ഡീല് ചെയ്ത പോലുള്ള ആ രീതികളുടെ ഉപസംസ്കാരത്തിൻ്റെ ഭാഗമായി ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് അധികാരത്തിൻ്റെ പരിധി, ബലപ്രയോഗത്തിന് എവിടെ ആകാൻ പാടില്ല എന്നതിൻ്റെ പരിധി ലംഘിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു രീതിയാണെന്നുണ്ടെങ്കിൽ അത് തുടർന്ന് തന്നെ പോകും. അതാണ് എല്ലാ അധികാരങ്ങളുടെയും ഒരു സ്വഭാവം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഹേമേന്ദ്രൻ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഹരീഷ് ഒരു നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞൊരു അധികാരത്തിൻ്റെ കസേരയിൽ പിടിച്ചിരുത്തി നമ്മൾ ഇതിനെ ചെക്ക് ആൻഡ് ബാലൻസ്, ഇതിനെ ചോദ്യം ചെയ്യാനും ഇതിൻ്റെ പരിധി ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും ഒക്കെയുള്ള കർശനമായ സംവിധാനം, അതാണ് ജനാധിപത്യം. അതിനെ ചോദ്യം ചെയ്യുവാനുള്ള സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പരിധി കടന്നു പോകും. അതുതന്നെയാണ് പോലീസിലും ഒക്കെ സംഭവിക്കുന്നത്. ഇതിൽ ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ ആദ്യ വർഷങ്ങളിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ിലേക്ക് നയിച്ച നേതൃത്വത്തിൻ്റെ ത്യാഗസുരഭിലമായ സംഭാവനകളും അന്നത്തെ ആ ഒരു മൂല്യബോധം, അതൊക്കെ കൊണ്ട് പോലീസിനെ പരിഷ്കരിക്കണം എന്ന നിലയിലുള്ള ഒരു ചിന്താധാര അന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാജൻ സംഭവത്തിൽ ഉൾപ്പെട്ട രാജൻ്റെ പിതാവ് ഈശ്വരവാര്യർ തന്നെ ഒരു വേദിയിൽ ഞാൻ കൂടി പങ്കെടുത്ത ഒരു വേദിയിൽ അദ്ദേഹം പറഞ്ഞത്, 57 ആദ്യം EMS ഗവൺമെൻറ് നിലവിൽ വന്നപ്പോൾ പോലീസ് മർദ്ദനങ്ങൾക്കെതിരെയൊക്കെ നിലപാടെടുത്തു. അന്ന് ഈ മർദ്ദനത്തിന് അനുകൂലമായി സമൂഹത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ വരികയും ഇനി പോലീസ് സ്റ്റേഷനിൽ കുറ്റവാളികൾക്ക് ബിരിയാണി കൊടുക്കും എന്നൊക്കെ നിലയിലൊക്കെ വന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം സംഭവിച്ചത്, ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതൃത്വവും അതിൻ്റെ ഫലമായി ഉദ്യോഗസ്ഥ തലത്തിലുമുണ്ടായ സമ്മർദ്ദം, ഈ തെറ്റായ രീതികൾ, കസ്റ്റഡി മർദ്ദനം പോലുള്ളതിനെയൊക്കെ നമ്മൾ ഈ പോലീസ് സംവിധാനത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യേണ്ടതാണ്. ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആ കാഴ്ചപ്പാട്, അന്നത്തെ ആ മൂല്യബോധം അതിൽ നിന്ന് താഴോട്ട് വളരെയേറെ മാറി. പിൽക്കാലത്ത് വരുമ്പോൾ പോലീസിനെ ഇങ്ങനെയൊക്കെ നിലനിർത്തുന്നത് ഈ നിയമവാഴ്ചയ്ക്കനുസൃതമായി നിയമത്തിൻ്റെ ഒരു ഉപകരണമാണ് പോലീസ് എന്ന സങ്കല്പത്തിൽ പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ സൗകര്യം കാലാകാലങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന, അത് LDF ആയാലും UDF ആയാലും, ഞാൻ 2 സംവിധാനത്തിലും ജോലി ചെയ്തിട്ടുണ്ട്, പൊതുവെ കണ്ടുവരുന്നത് കാലാകാലങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി നിലനിർത്തുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്നതാണ് സൗകര്യം. അതുകൂടി ആ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതി അതുകൂടി ഇതിനെ നന്നാക്കണം. കാരണം ജനാധിപത്യത്തിൽ ആത്യന്തികമായി രാഷ്ട്രീയ സംവിധാനം, ജനപ്രതിനിധികൾ വരുന്ന ആ ഭരണ നേതൃത്വത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. അവിടെ ഇതൊരു വിവാദമാകുമ്പോൾ, സുജിത്ത് ഇടിയുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മർദ്ദനമേറ്റെന്ന് പറയുമ്പോൾ, നമ്മൾ ഷാനിയൊക്കെ ചർച്ച നടത്തുമ്പോൾ ഒരു കൂട്ടർ വന്ന് നിങ്ങളുടെ കാലത്ത് നടന്നു, മറ്റൊരു കൂട്ടർ വന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഇതൊരു ദുരന്തമായി നമ്മൾ കാണുകയാണെങ്കിൽ, ഇത്തരമൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ US പ്രസിഡന്റ് ഒബാമ അവിടെ ഈ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ളൊരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ക്യാൻ ഐ കൺവേർട്ട് ദിസ് ഇൻ ടു എ ടീച്ചിങ് മൊമെൻറ്റ്, ഒരു ടീച്ചബിൾ മൊമെൻറ്റ്. അതായത് പുതിയ ചില ആശയങ്ങൾ, ചില തെറ്റുകളെ നമുക്ക് സമൂഹത്തിൽ പഠിപ്പിക്കാനുള്ളൊരു സാമൂഹ്യ പാഠം, പുതിയ ചില പാഠങ്ങൾ പഠിക്കുവാനുള്ള ഒരു മൊമെൻ്റാക്കി ഇതിനെ നമുക്ക് കൺവെർട്ട് ചെയ്യുവാൻ കഴിയുമോ എന്ന് പരിശോധിച്ച ഒരു സംഭവം 2009 ഒബാമ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരനാണ്, അദ്ദേഹത്തെ ഒരു സർജൻറ്റ്, കോളി എന്ന് പറഞ്ഞൊരു സർജൻറ്റ് അറസ്റ്റ് ചെയ്തപ്പോൾ ആ സാഹചര്യം അത് വലിയ വിവാദമായി അവിടെ അമേരിക്കയിൽ. അതൊരു പോലീസ് അതിനെ ന്യായീകരിച്ചു. ഈ നമ്മുടെ ഇവിടുത്തെ പോലെ മറ്റ് ബലപ്രയോഗമൊന്നും ഉണ്ടായില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക മാത്രമേ ഉണ്ടായുള്ളൂ. അദ്ദേഹം ചൈനയിലൊരു ടൂർ കഴിഞ്ഞിട്ട് വന്നതായിരുന്നു ഈ പ്രൊഫസർ. സ്വന്തം വീട്ടിൽ, ഹാർവാർഡിലെ പ്രൊഫസറാണ്, സ്വന്തം വീട്ടിൽ പ്രൊഫസർ ഗേറ്റ്സ് സ്വന്തം വീട്ടിൽ ഇങ്ങനെ കയറാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം എന്തോ താക്കോൽ മറന്നുപോയി, തുറക്കാൻ പറ്റുന്നില്ല, തള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. ഇവർ രണ്ടുപേരും കഥ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അയൽപക്കത്തെ ഒരു സ്ത്രീ പോലീസിൽ ഫോൺ ചെയ്തു, 911. 2 പേര് വീട് തള്ളി തുറക്കുന്നു, ബർഗ്ലറി, ഈ എന്തോ ഹൗസ് ബ്രേക്കിംഗ് എന്ന നിലയിൽ ഫോൺ. പോലീസ് വന്നപ്പോഴത്തേക്ക് ഒരു കൗളി, ജെയിംസ് കൗളി എന്ന് പറഞ്ഞൊരു ഇൻസ്പെക്ടർ, നമ്മുടെ സബ് ഇൻസ്പെക്ടർ തുല്യമുള്ള ഉദ്യോഗസ്ഥനാണ്. വരുമ്പോൾ ഈ പ്രൊഫസർ അങ്ങകത്ത് കടന്നു കഴിഞ്ഞിരുന്നു, മറ്റേ ഡ്രൈവർ പോയി, പ്രൊഫസർ മാത്രമേ അകത്തുള്ളൂ. അപ്പോൾ പ്രൊഫസറുടെ ഐഡൻറ്റിറ്റി ചോദിച്ചു, അദ്ദേഹം ഐഡൻറ്റിറ്റി കാണിച്ചു, പ്രൊഫസർ തിരിച്ച് ഐഡൻറ്റിറ്റി ചോദിച്ചു. ഇവരിതിൽ തമ്മിൽ സംസാരിച്ച് അത് വലിയ പ്രശ്നത്തിലോട്ട് പോയി. ഇദ്ദേഹം ഡിസോർഡർലി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പ്രൊഫസറെ അറസ്റ്റ് ചെയ്തു. ആ പ്രൊഫസർ ഒബാമയുടെ സുഹൃത്താണ്. ഒബാമ നിശ്ചയിക്കുന്ന മൈ ഫ്രണ്ട് ഗേറ്റ്സ് എന്നാണ് ഒബാമ നിശ്ചയിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു റേഷ്യൽ ഇഷ്യൂ ആണ്. ഈ കറുത്ത വർഗ്ഗക്കാരനോടുള്ള വെളുത്ത പോലീസിൻ്റെ സമീപനമാണെന്ന് പറഞ്ഞ വലിയ വിഷയമായപ്പോൾ 2 ഭാഗത്തും ന്യായീകരണങ്ങളുണ്ടായി. ഞാനോർത്ത് നമ്മുടെ ഇവിടെയാണെങ്കിൽ ഒരുപക്ഷെ കരണക്കുറ്റിക്ക് ഒരു അടി കൂടെ കൊടുത്ത് സുജിത്തിന് കിട്ടിയ പോലെ, അല്ലെങ്കിൽ ഒരു കേസെടുക്കും, പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ. അതൊന്നും അവിടെ ഉണ്ടായില്ല. പോലീസ് മാന്യമായി തന്നെയാണ് നിയമം അനുസരിച്ച് ഡിസോർഡർലി ബിഹേവിയർ ഒന്ന് പെരുമാറിയത്. അതിനെ ഒരു ടീച്ചബിൾ മൊമെൻറ്റ്, എങ്ങനെ പോലീസ് പെരുമാറണം, എങ്ങനെ പൊതുജനം പെരുമാറണം എന്ന നിലയിൽ കൺവെർട്ട് ചെയ്ത് വേറൊരു തലത്തിൽ കൊണ്ടുപോയി. ഒരു ബിയർ സമ്മിറ്റ് എന്ന് പറഞ്ഞ് ഒബാമ ഈ പ്രൊഫസറെയും വിളിച്ചു. അങ്ങനെ ഈ വിഷയത്തെ വേറൊരു തലത്തിൽ കൊണ്ടുപോയി അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായി. പക്ഷെ നമ്മുടെ ഇവിടെ സുജിത്തിനിടി കൊണ്ടാലും മറ്റൊരാളിനെ കൊണ്ടാലും ഇത് കുറച്ച് ചർച്ചയ്ക്കപ്പുറം ഇതൊരു ടീച്ചബിൾ മൊമെൻറ്റ്. നമ്മുടെ സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ് സുജിത്ത്. കാരണം ഒറ്റപ്പെട്ട സംഭവം എന്ന് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും ചിരിച്ചു. കാരണം ഞങ്ങൾ ഈ ഒറ്റപ്പെട്ട സംഭവം എത്ര തവണ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം, ഏത് മുന്നണി ഭരിക്കുമ്പോഴാണെങ്കിലും. പക്ഷേ അതിലൂടെ കടന്നു പോയത് സുജിത്താണ്. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഇത്രയും ഭീകരമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാനും പറ്റുമായിരുന്നു. പക്ഷേ ആദ്യമായി കേരളത്തിൽ അത് കാണുന്നതിന് മുൻപ് വരെ സുജിത്തിൻ്റെ പരാതി എനിക്ക് തോന്നുന്നു ആരും അത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല. കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഭീകരത എത്രയാണ്. ഒരാളെ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ, അതും കുറ്റവാളി എന്ന് പോലും ആരോപിക്കപ്പെടാത്ത ഒരാൾ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ നേരിടേണ്ടി വരുന്നത് എന്താണെന്ന് സുജിത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ നടുക്കം ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിലുണ്ടാവും. കാരണം ആര് ചെന്നാലും ഈ അവസ്ഥ ഉണ്ടാവാൻ നമുക്കറിയാം. സുജിത്ത് കടന്നു പോയത് എന്താണ്? സുജിത്ത് കണ്ട പോലീസ് സ്റ്റേഷൻ എന്താണ് അന്ന്? ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ തുടക്കം തന്നെ ഉണ്ടാവുന്നത് എൻ്റെ നാട്ടിലത്തെ കുട്ടികളെ ചോദ്യം ചെയ്തു. പശ്ചാത്തലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചോദിക്കുന്നത് അന്ന് ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് സുജിത്ത് കണ്ട പോലീസ് എന്താണ്? ചോദ്യം ചെയ്യലിനെ പറ്റിയിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചതിനാണ് മൃഗീയമായിട്ട് എന്നെ തല്ലിയത്. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അടുത്തൊക്കെ പുറത്തുനിന്ന് ഒരാൾ കയറി വരുന്നു, സ്റ്റേഷൻ്റെ പുറത്ത് ഒരാൾ തന്നെ ഞാൻ വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അടി അടിച്ചു. അത് കഴിഞ്ഞ ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടാണ് എന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. അത് CCTV ഉള്ള സ്ഥലത്താണ് കുറച്ച് നേരം, ഒരു 10 മിനിറ്റോളം. അതിന് ശേഷം സ്റ്റേഷൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് കൂടുതൽ നേരം എന്നെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നത്. അത് കാലിൻ്റെ അടിയിലേക്ക് ചൂരിൽ വെച്ചടിച്ചിട്ടും അതൊരു 3 പ്രാവശ്യമായിട്ട് തുടരായിരുന്നു. അത് ഒരു 10 തവണ അടിച്ചതിന് ശേഷം ഫ്ലോറിൽ നിന്ന് ചാടാൻ പറയുക, അങ്ങനൊരു. പിന്നെ ഞാൻ കുടിക്കാൻ വെള്ളം വരെ ചോദിച്ചപ്പോൾ തരില്ല എന്നുള്ളൊരു രീതിയായിരുന്നു. വളരെ അങ്ങനെ ദേഷ്യമുള്ള ഒരു മനോഭാവമായിരുന്നു വരുന്നത്. എനിക്കത് മുഴുവൻ സുജിത്തിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് തോന്നില്ല. കാരണം സുജിത്തിൻ്റെ കണ്ണ് ഇപ്പോഴേ നിറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ കടന്നു പോകുമ്പോണ്ടല്ലോ സുജിത്ത്, നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഞാൻ എന്തിനിത് നേരിടണം, ഞാൻ എന്തിനിത് അനുഭവിക്കണം എന്നാണോ സുജിത്തിനപ്പോൾ തോന്നിയത്? ഞാൻ എന്താ പറയുക, അതൊരു
ചോദ്യം ചെയ്യലിൻ്റെ മുകളിൽ മാത്രമാണ് എന്നെ ഇത്രയും ഒരു ക്രൂക്ഷമായിട്ട് തല്ലാണ്ടായിട്ടുള്ള കാരണം. ഒരു അടി കൊള്ളാൻ ഞാനൊരു കാരണവശാലും ഞാൻ ബാധിച്ചാനല്ല. അതെന്ന് വെച്ചാൽ കുറേ ഞാൻ പറയുകയുണ്ടായി. എന്നെ പരിചയമുള്ള ഒരാൾ വരെ അതിലുണ്ടായിരുന്നു. ആ ആൾ വരെ എന്നെ വളരെ മൃഗീയമായിട്ട്, ആൾക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുള്ള ഒരു ആളാണ്, ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതും നമ്മളൊരു തുടരെ നമ്മളിവിടെ കുന്നോളത്ത് പല സമരപരിപാടികളായിട്ട് മുന്നോട്ട് വരാറുണ്ട്. അപ്പോൾ പല കേസുകളും എന്നെ എടുക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് ഒരു പറയാനൊരു ഇല്ല. കാരണം വളരെ മൃഗീയമായിട്ടാണ് ഒരു കുറ്റവാളിയെ നമ്മളത് കണ്ടതാണ്. കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്തതുപോലെ. ശ്രീ ഹേമചന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ഇപ്പോഴും മാറാത്ത ചിലതുണ്ട്. നമുക്കും അതറിയാം. എത്ര ശതമാനം, ഞാൻ ചോദിക്കുന്നത് ജോർജ് ഏമാന്മാരുടെ ജനമൈത്രി എന്നാണ് ഈ സെഷന് മനോരമ ഹോർത്തൂസ് നൽകിയിരിക്കുന്ന പേര്. കേരള പോലീസിൽ ഇപ്പോഴും എത്ര ശതമാനം ജോർജ് ഏമാന്മാരുണ്ട്? ഒറ്റപ്പെട്ട സംഭവവും ശതമാനവും കൂടി അറിയുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുക. സത്യത്തിലേ ഈ ജോർജ് ഏമാന്മാരുടെ കണക്കെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഫാക്റ്റുണ്ട്. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. എത്രയോ കേസുകൾപ്പെട്ടവരും, അത് മാത്രമല്ല മേലുദ്യോഗസ്ഥർക്കും ഏതാണ്ട് അറിയാം ഇവരുടെയൊക്കെ സ്വഭാവം, ഇവരുടെ പെരുമാറ്റവും. പല കേസുകൾ ഇവർ കൈകാര്യം ചെയ്ത് വി നോ ദെയർ റെപ്യൂട്ടേഷൻ ക്വൈറ്റ് വെൽ. ഞാൻ ഹോമിലിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും പോസ്റ്റിങ്ങുകളും ഇതൊക്കെ ആയിട്ട് വരുന്ന ഫൈനൽ ഡിസിഷൻ ഉണ്ടല്ലോ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് PHQയിലേക്ക് ഈ ഫുൾ ലിസ്റ്റ് കൊടുത്തിട്ട് ഒരു ഇൻപുട്ട് എടുക്കുമായിരുന്നു. എന്താണ് ഇതിൽ ഓരോ ഉദ്യോഗസ്ഥനെ പറ്റിയും ഉള്ള ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് ഇൻ്റലിജൻസ് ഒന്നും എടുക്കുമായിരുന്നു. സാറിന് ഉണ്ട്, അതുകൊണ്ട് സാറിന് അറിയാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് ജോർജ് ഏട്ടന്മാരെ ഫീൽഡിൽ വിടാൻ പറ്റാത്തവരുടെ കൃത്യമായിട്ടുള്ള പേരുകൾ നമുക്ക് ആഫ്റ്റർ വൈൽ നമുക്ക് ബൈഹാർട്ടാവും. ഈ ഇന്ന് ആൾക്കാരെന്ന് പറയുമ്പോഴേ നമുക്ക് അറിയാം, ഓ മറ്റേ മനുഷ്യക്കടത്തിൽപ്പെട്ട ആൾ, മറ്റേ കേസിലുള്ള ഇടിച്ച ആൾ, ഇടിച്ച് കൊന്ന ആൾ, മറ്റേ മറിച്ച് ഇത് വി നോ ദിസ് പീപ്പിൾ. ഇവർക്ക് ഫീൽഡിൽ പോസ്റ്റിംഗ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് വലിയ തല പോകുന്ന സംഭവമൊന്നുമല്ല. അത് ചെയ്യാൻ സാധിക്കുന്നില്ല നമുക്ക്. ഈ ജോർജ് സാധിക്കാത്തതാണോ മനഃപൂർവ്വം അവരെ ഇറക്കി വിടുന്നതാണോ? കാരണം ഈ ഷാഫി പറമ്പിൽ MP അടിച്ച പോലീസുകാരൻ്റെ പശ്ചാത്തലം നമ്മൾ ചർച്ച ചെയ്തു. അയാൾ ഫീൽഡിലേക്ക് വന്നത് ആരും അറിഞ്ഞിട്ടില്ല, അറിയേണ്ടവരൊഴിച്ച്. ഹൈക്കോടതി ഉത്തരവ് വരെയുള്ള കേസുകളുണ്ട്. ചിലരെ ഫീൽഡിൽ പോസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളവർ വരെയുണ്ട്. ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ട്. അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ പറഞ്ഞല്ലോ, ചോദ്യം ചോദിച്ചതിനാണ് അടിച്ചതെന്നും ഈ സിസ്റ്റത്തിനോട് തിരിഞ്ഞു നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി പലതരത്തിൽ കിട്ടും എന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ഉദാഹരണമാണ്. പലതരത്തിൽ കിട്ടാം. അത് ഞാൻ പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചാൽ ഇടിയായിരിക്കും കിട്ടുന്നത്, സെക്രട്ടേറിയറ്റ് ചോദിച്ചാൽ സസ്പെൻഷൻ ഓർഡർ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ സിസ്റ്റം ഇസ് ദ സെയിം. അതിൻ്റെ പെരുമാറ്റം ഒന്ന് തന്നെയാണ്, അസഹിഷ്ണുതയാണ്, തിരിച്ചൊരു ചോദ്യത്തോട് കാണിക്കുന്ന ധാർഷ്ട്യമാണ്. ഭരണഘടന അങ്ങനെയല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞുകൊണ്ട് നമ്മൾ വളർന്നു വന്ന നമ്മുടെ ഒരു രീതിയുണ്ട്. നാട്ടുരാജ്യവും ഭരണവും സിസ്റ്റവും ഒക്കെ ആയിട്ടാണ് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ചരിത്രം പരിശോധിച്ചാലും അറിയാം, കേസ് തെളിയിക്കുന്നത് എങ്ങനെയാണ്? ഭേദ്യമാണ്. ഭേദ്യം ചെയ്തിട്ടാണ് കേസ് പണ്ട് കാലത്ത് തെളിയിക്കുന്നത്. അല്ലെങ്കിൽ ചൂട് എണ്ണയിൽ കൊണ്ടുപോയി കൈമുക്കുക. ബട്ട് ഏതെങ്കിലും രീതിയിൽ ടോർച്ചർ ചെയ്തിട്ട് കുറ്റം സമ്മതിപ്പിക്കുക, ഇത് വളരെ പ്രാകൃതമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഭരണഘടന എന്തായാലും 50 വന്നു. 50 വന്നതിന് ശേഷം ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ട് അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പോലീസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഈ ഗവേണൻസ് സിസ്റ്റം ആണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിട്ട് അതിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് കാലത്ത് തുടങ്ങി വെച്ച അതേ ഒരു കൺട്രോൾ മാനിയ ആണ് ഇപ്പോഴും ഉള്ളത്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ച് കാണും, പോലീസിനെ നിയന്ത്രിക്കണം, നിലക്ക് നിർത്തണം, ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്തണം, പൗരന്മാരെയും നിലക്ക് നിർത്തണം. മൊത്തം നിലക്ക് നിർത്തലും നിയന്ത്രിക്കലുമാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി എന്ന് ആരാ പറഞ്ഞത്? ഈ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലും ഉണ്ട്. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നില്ല എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ജനങ്ങൾ പോലും ചോദിക്കുന്നത്. ഇതൊന്നും അല്ല ഗവൺമെൻറ്റിൻ്റെ പണി. ഗവൺമെൻറ്റിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുസരിച്ച് മര്യാദയ്ക്ക് അങ്ങ് ഭരണം നടത്തുക എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇതുപോലെയുള്ള കേസ് എനിക്ക് ഒന്നും ഓർമ്മയുണ്ട്. ഹോമിലിരിക്കുന്ന കാലത്ത് തന്നെ അന്ന് 2014 കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അന്ന് കുറേയിടത്ത് CCTV ഉണ്ട്, പക്ഷേ റെക്കോർഡിംഗ് ഇത് സ്റ്റോറേജ് ഇല്ല. അപ്പോൾ ഇത് സ്ട്രീമിംഗ് ചെയ്യുന്ന ഒരു ആശയം അന്ന് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ അന്ന് 2014 ആലോചിക്കണം, കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV വയ്ക്കുകയും
അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ അന്ന് ആലോചിച്ചാണ്. പക്ഷേ നല്ല ഓപ്പോസിഷൻ പല രീതിയിൽ അത് എതിർക്കുകയൊക്കെ ചെയ്യും. ഇന്ന് രസം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഇത് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കാൻ വിധി പുറപ്പെടുവിച്ചിരിക്കുക. ഇപ്പോൾ പ്രായോഗികതയെക്കുറിച്ചൊന്നും ആർക്കൊന്നും പറയാനില്ല. അന്ന് എന്തൊരു ഓപ്പോസിഷൻ ആയിരുന്നു എന്നറിയാമോ? ഞാൻ ഒരുപക്ഷെ കേരളമായിരിക്കും ആദ്യമായിട്ട് ഇത് ചെയ്യാൻ പോകുന്നതെന്നും പത്രത്തിൽ വായിച്ചു. വളരെ നല്ല കാര്യം. പക്ഷേ എന്ത് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എന്ത് ഇതുണ്ടെങ്കിലും ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഓഫീസേഴ്സ്, അവർ നടപ്പിലാക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറിയില്ലെങ്കിൽ ഇത് മാറില്ല. ആൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് ഈ സിസ്റ്റം. പൗരന്മാർ തൊട്ട് ഭരണകർത്താക്കൾ, തിരഞ്ഞെടുക്കുന്ന എല്ലാവരും ചേർന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കലക്റ്റീവ്ലി ഉണ്ടാക്കുന്ന ഒരു കൾച്ചറാണിത്. ഈ കൾച്ചറിൽ ഇപ്പം എന്താ പറയുക, പോലീസ് സ്റ്റേഷൻ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിലോട്ടൊക്കെ നീങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കലാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ലേമാൻ പെർസ്പെക്റ്റീവിലുള്ളൊരു മണ്ടൻ ചോദ്യമാണത്. ആ മണ്ടൻ ചോദ്യത്തിന് തീരുമാനമെടുക്കാനിരിക്കുന്ന ആൾക്കാർ അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ കളയാനും ഭരണഘടനയാണ് എന്നെ ഗൈഡ് ചെയ്യുന്നുള്ള ആ ഒരു അത്രയ്ക്കൊരു ലീഡർഷിപ്പ് വേണം. ഇപ്പം സാർ പറഞ്ഞല്ലോ, ഒബാമ ഒരു 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 ഇഷ്യൂ വന്നപ്പോൾ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ടീച്ചിങ് മൊമെൻ്റ് ആക്കി അതിനെ മാറ്റി, ദാറ്റ് ഈസ് കോൾഡ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൻ്റെ അഭാവമാണ് സത്യത്തിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ കുറച്ചുകൂടെ വിഷണറി ആയിട്ടുള്ള ലീഡർഷിപ്പുള്ള ആൾക്കാരില്ല. ബഹുഭൂരിപക്ഷം പേരും ടിറ്റ് ഫോർ ടാറ്റ് കളിക്കാനും വാട്ട് അബൌട്ടറി പറയാനും, നിങ്ങൾ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തില്ല ഇത് പറയാനാണെങ്കിൽ നിങ്ങളെയൊക്കെ വലിയ ആൾക്കാരായിട്ട് നമ്മൾ കാണണം. കുറച്ചുകൂടെ വിഷൻ വേണം, കുറച്ചുകൂടെ കാഴ്ചപ്പാട് വേണം. സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള രീതിയിൽ ചിന്തിക്കാനും ആ രീതിയിലുള്ള സന്ദേശം ജനങ്ങളിലേക്ക് പറയാനും ആവണം. ഗാന്ധിജി പണ്ട് ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആൾക്കൂട്ടം കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നതല്ല ലീഡർഷിപ്പ്. ജനങ്ങൾ മുഴുവനും തെറ്റായ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് തിരിഞ്ഞു നിന്നിട്ട് ആർജവത്തോടെ അവരെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം കാണിക്കുന്നതാണ് ലീഡർഷിപ്പ്. അതാണ് പണ്ട് ഗാന്ധിജി കാണിച്ചല്ലോ. ഓർമ്മയാണോ, ഈ റൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് മുഴുവൻ റൈറ്റാണ്. ആ സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് നവഖാലിയിൽ അവിടെ പോയിട്ട് പട്ടിണി കിടന്നിട്ടാണ് ആ റൈറ്റ് മുഴുവൻ പിടിച്ചു നിർത്തുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലീഡർഷിപ്പ്. ഇപ്പം ഇവിടെ ഭരണഘടന ലംഘിച്ചുകൊണ്ട് പൗരൻ്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സിന് പുല്ലുവില കൊടുത്തുകൊണ്ട് ജോർജ് ജവാന്മാർക്ക് അഴിഞ്ഞാടാൻ ഉള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നോ അല്ലെങ്കിൽ വി ആർ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാലോ ഐ ഡോണ്ട് ബൈ ദാറ്റ്. അത് ശരിയല്ല. അത് ശരിയല്ല എന്ന് മാത്രമല്ല, വേണം എന്ന് ഭരണകൂടം തീരുമാനിച്ചാൽ, ഭരണാധികാരി തീരുമാനിച്ചാൽ നാളെ മുതൽ കേരളത്തിലെ പോലീസ് ആരെ അടിക്കില്ല എന്ന് നമുക്കറിയില്ലേ ഹരീഷ്? അപ്പോൾ അടിച്ചോളാൻ പോലീസിനോട് പറയുന്നത് കൊണ്ടല്ലേ എൻ്റെ പോലീസ്, ഞാൻ ഭരിക്കുന്ന സംവിധാനത്തിലെ പോലീസ് കേരളത്തിൽ ഒരു മനുഷ്യനോടും അന്തസ്സില്ലാതെ പെരുമാറില്ല എന്ന് പോലീസിൻ്റെ മന്ത്രിയോ ഭരണകൂടത്തിൻ്റെ അധികാരിയോ പറഞ്ഞാൽ നാളെ മുതൽ കേരളത്തിലെ പോലീസ് അത് ചെയ്യുമോ? തീർച്ചയായിട്ടും വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും നടപ്പായില്ലെങ്കിലും ഒരു സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ മനസ്സിലിരിപ്പ്, ഞാൻ പറഞ്ഞത് പറയുക പോലും വേണ്ട, ഒരു മൂളലിലോ, ഇവർ രണ്ടുപേരും മീറ്റിങ്ങിൽ ഇരുന്നിട്ടുള്ള ആളുകളാണ്, റിവ്യൂ മീറ്റിങ്ങുകളിൽ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിമാരുടെയും. ഞാനത് പുറത്തുനിന്ന് കാണുകയും പല ഫയലുകളിലൂടെ അതിൻ്റെ പൾസ് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ്. ഒരാഭ്യന്തരമന്ത്രിയുടെ മനസ്സിനകത്ത് എന്താണെന്ന് വായിച്ചെടുത്ത് നടപ്പാക്കാൻ കഴിവുള്ളവരാണ് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 20 വർഷം കേരളത്തിൽ DGP-മാരായിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിട്ടുള്ളത്. അതാണ് ഓരോ ആളെയും സ്റ്റേറ്റ് പോലീസ് ചീഫ് ആക്കുന്നത്. ഇപ്പം 3 പേര് DGP റാങ്കിലുള്ള ആളുകളിൽ ആരാണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആകേണ്ടതെന്ന് സ്റ്റേറ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് നോക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ് നടപ്പാക്കാൻ കഴിവുള്ള ആളെ ആണ്. അതാണ്, ആ പ്രൊറഗേറ്റീവാണ് സ്റ്റേറ്റിന് നിയമം വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുകയും അത് നടപ്പാക്കിയെടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സാണ്, ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സാണ് പോലീസ്. ഒരു പക്ഷേ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയുന്നത് എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരും കേട്ടോളണമെന്നില്ല, മറ്റൊരു റവന്യൂ മന്ത്രി പറയുന്നത് എല്ലാ വില്ലേജ് ഓഫീസറും കേട്ടോളണമെന്നില്ല. പക്ഷേ ഒരു ഓർഡർലി സിസ്റ്റമിക് ആയിട്ടുള്ളൊരു ഫോഴ്സ്, ഇത് സർക്കാർ നാളെ മുതൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കിയെടുക്കാൻ കഴിവുള്ളവരാണ്. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. 2, ഹേമേന്ദ്ര സാർ ഇവിടെ പറഞ്ഞതുപോലെ ഒരു അൺടുവേർഡ് ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം കേൾക്കുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, സമൂഹത്തിൽ എത്ര ക്രിമിനലുകളുണ്ടോ അത്രയും ക്രിമിനലുകൾ സ്വാഭാവികമായിട്ടും പോലീസിലും ഉണ്ടാവും. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത് തെറ്റാണ്. എന്താണെന്നറിയോ? സമൂഹത്തിൽ എത്ര ക്രിമിനലുകളുണ്ടോ അത്രയും ക്രിമിനൽ ഒരുപക്ഷെ ആനുപാതികമായി ഈ കൂട്ടത്തിലുണ്ടാവും. നമുക്കിടയിലും, എനിക്കും നിങ്ങൾക്കും ഇടയിലും നമുക്കിടയിലുണ്ടാവും. പക്ഷെ മനോരമ ഹോർത്തുസ് ഒരു പ്രോസസ്സ് നടത്തി, ഒരു ടെസ്റ്റ് നടത്തി, ഇൻ്റർവ്യൂ നടത്തി, ഒരുപാട് പണം ചെലവിട്ട് ട്രെയിനിങ് നടത്തി ഒരു ഫോഴ്സിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫോഴ്സിൽ ഒരിക്കലും ഇതിനകത്തുള്ള ക്രിമിനൽസ് ഉൾപ്പെടില്ല എന്ന് മനോരമയ്ക്ക് തീരുമാനിക്കാം. നമ്മൾ പ്രൈവറ്റ് കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റിൽ പോലും നമ്മളത് ചെയ്യുന്നുണ്ടല്ലേ. ഉബർ ഓടിക്കണമെങ്കിൽ ഇക്കാലത്ത് എത്ര പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ ഒരു പോലീസ് ഫോഴ്സിനകത്ത് വരുന്ന ഒരാൾ ക്രിമിനൽ ആവാൻ പാടില്ല എന്നോ
വന്നതിന് ശേഷം അയാൾ ക്രിമിനൽ ആവാൻ പാടില്ല എന്നോ തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു ഫോഴ്സാണ് പോലീസ് ഫോഴ്സ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു പൗരൻ്റെ നേർക്ക് കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നാളെ സ്റ്റേറ്റ് കണ്ടം ചെയ്യുമെന്നോ എന്ന ഉറപ്പ് കിട്ടുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഒന്ന്. രണ്ട്, ഇതിന് നമുക്ക് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലീസ് ഫോഴ്സ്, നമ്മളെന്തിനാ കേരളത്തിനെ മാത്രം കുറ്റം പറയുന്നത്? കേരള പോലീസ് പല കാര്യത്തിലും വളരെ ഭേദപ്പെട്ട പോലീസാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പോലീസിൻ്റെ അട്രോസിറ്റി സഹിക്ക വയ്യാഞ്ഞിട്ടാണ് പോലീസ് അഡ്മിനിസ്ട്രേഷനെ പറ്റി സുപ്രീം കോടതി വളരെ വിശദമായിട്ട് പ്രകാശ് സിംഗ് കേസിൽ 2006 ചർച്ച നടത്തിയത്. ഒരു DGP സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ പ്രശാന്ത് ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു ഫൈറ്റ് സുപ്രീം കോടതിയിൽ പോയി നടത്തി 2006 വിധി വാങ്ങിച്ചിട്ടാണ് ഇന്ത്യയിലെ പോലീസ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നിർണായകമായിട്ടൊരു വിധി ഉണ്ടാകുന്നത്. 2006 പറഞ്ഞ വിധി നമ്മൾ 2011 പോലീസ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ജനമൈത്രി പോലീസ് എന്ന രൂപത്തിൽ നമ്മൾ അതിനകത്ത് ഒരുപാട് പ്രൊവിഷൻസ് കൊണ്ടുവന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്ഥാനത്തെ പോലീസ് എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ എല്ലാ സംസ്ഥാനത്തും ഉണ്ടാവണം. അതിനകത്ത് എക്സ്പേർട്സ് ഉണ്ടാവും, ജനപ്രതിനിധികളുണ്ടാവും, ഹൈക്കോടതി ജഡ്ജിമാരുണ്ടാവും, ഓപ്പോസിഷൻ ലീഡർ ഉണ്ടാവും. കേരളത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ഫോഴ്സ് രൂപീകരിച്ചിട്ട് പോലുമില്ല. ഈ സർക്കാർ വന്നപ്പോഴാണ് അതിന് ഓർഡർ ഇറക്കിയത്. ഇതുവരെ ഒരു മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നമുക്ക് പോലീസിനെ കയറൂരി വിടാം എന്നൊരു മുഖ്യമന്ത്രിയോ സർക്കാരോ തീരുമാനിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടാത്തൊരു സ്റ്റേറ്റാണ് കേരളം. അത് 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 ചോദ്യം നേരിടുന്നില്ല. സത്യമായി നമ്മൾ സമ്മതിക്കണം എന്നുള്ളതാണ്. സാർ, ഹരീഷ് പറഞ്ഞതിൽ നിന്ന് ഞാൻ നേരിട്ട് ആ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സാർ എല്ലാ ഭരണപക്ഷത്തിനൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. LDF-നൊപ്പം UDF-നൊപ്പം മാറി മാറി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പോലീസ് ഞങ്ങൾ ഭരിക്കുമ്പോൾ പോലീസ് ഒരു സാധാരണക്കാരൻ്റെ മേൽ കൈവെക്കില്ല എന്ന് തീരുമാനിച്ച ഏതെങ്കിലും ഒരു പോലീസ് മന്ത്രിയെ സാറിന് ഓർമ്മയുണ്ടോ? നേരിട്ട് തന്നെ മറുപടി പറയാം. പൊതുവിൽ ഏതെങ്കിലും ആഭ്യന്തരമന്ത്രിമാരോ DGP-മാരോ ആരെങ്കിലും തല്ലിക്കൊള്ളണം എന്ന നിലയിൽ പറയാറില്ല. പക്ഷേ തങ്ങൾ ആഭ്യന്തരമന്ത്രിമാരല്ലെങ്കിൽ നേതൃത്വത്തിലിരിക്കുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണം, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പെരുമാറുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനം പൊതുവേ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുള്ളത് ശ്രീ AK ആൻ്റണി ആഭ്യന്തര വകുപ്പ് ഭരിച്ച ഘട്ടത്തിൽ മാത്രമാണ്. അദ്ദേഹം ഒരിക്കലും തൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ നോക്കി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് മീറ്റിങ്ങുകളിലെല്ലാം പറയാറുള്ളത്, നിങ്ങൾ ഏത് വിഷയം വന്നാലും ആര് വിളിച്ചാലും എത്ര വലിയ നേതാവ് വിളിച്ചാലും നിങ്ങൾ വിളിക്കുന്ന കേൾക്കുക എന്ന് പറഞ്ഞാൽ ചെവിയുടെ മാത്രം ധർമ്മം കേട്ടിട്ട് അതിലെ നിയമവും നീതിയും ന്യായവും നോക്കി അന്തിമമായി തീരുമാനിക്കുക. അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്, അങ്ങനെ ചെയ്യണം. അത് അദ്ദേഹം വാക്ക് പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് എന്നുള്ള ഒരു രീതി തന്നെയാണ്. അടി കിട്ടിയത് നമുക്ക് കുഴപ്പമില്ലാത്ത ആളിനാണെങ്കിൽ, സുജിത്തിനാണെങ്കിൽ കുഴപ്പമില്ല, വേറൊരാളിനാണെങ്കിൽ അത് ചിലപ്പം. പക്ഷേ ഇവിടെ കുന്നംകുളത്ത് പക്ഷഭേദമില്ലാതെ അടി കിട്ടുന്നുണ്ടെന്നാണ് അക്കാലത്ത് വന്ന വാർത്തയെന്ന് ഞാൻ മനസ്സിലായത്. ഇതിൽ ഒരു വിഷയം ഈ സുജിത്ത് പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയത്, സുജിത്ത് ചെയ്ത ഒരു പാപം അദ്ദേഹം ചോദിച്ചു. ഇത് നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ അധികാരം കൈകാര്യം ചെയ്യുന്ന ആളുകളോട് ചോദ്യം ചോദിക്കണം. എന്തുകൊണ്ട് ഞാൻ ഈ വാഹനം നിർത്തണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനിത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിയമത്തിൻ്റെ വകുപ്പ് പറഞ്ഞ് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ ഈ ചോദ്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും അത് പൊതു സ്ഥലത്തോ മറ്റേതെങ്കിലും ഈവൻ പ്രൈവറ്റസി ആയാലും, ഇതൊരു ഈഗോ വിഷയമാവുകയാണ്. എൻ്റെ വകവയ്ക്കുന്നില്ല, യൂണിഫോമിനെ ഇത് ധിക്കരിക്കലാണ്, ഇങ്ങനെ ആയാൽ ഇവിടെ പോലീസിന് വിലയുണ്ടാകുമോ എന്ന ഒരു ധാരണയിലാണ്. അങ്ങനെ ഒരു ഈഗോ എൻഫോഴ്സ്മെൻ്റാണ്. നിങ്ങൾ നിയമത്തിൻ്റെ ഒരു ഉപകരണമല്ല, നിങ്ങൾ നിയമത്തിന് അതീതമായ ഒരു കഥാപാത്രമായി മാറി എന്നെ ആര് ചലഞ്ച് ചെയ്യാനെന്നുള്ള നിലയിൽ ഈ എനിക്ക് തോന്നുന്നു പ്രശാന്ത് പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്. എല്ലാവരെയും നിയന്ത്രിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലയിൽ സമാധാനമുള്ളത് ഇവിടെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആളുകളെ നിയന്ത്രിച്ചിട്ടൊന്നും അല്ല. ഈ 99% ആളുകൾ നിയമം പാലിക്കുന്നവരാണ്. പിന്നെ ചിലപ്പം വല്ല പെറ്റി കേസ്, ട്രാഫിക്, പാർക്കിംഗ്, മറ്റ് റിലേറ്റഡ് ഇഷ്യൂ വരും. അല്ലെങ്കിൽ നമ്മളാരും നിയമം ലംഘിക്കുന്നവരല്ല. ആ നിയമം അപ്പോൾ അതുകൊണ്ട് ഇത്രയും പോലീസിനെ പേടിച്ചല്ല നമ്മുടെ ജീവിത രീതി, നമ്മുടെ സംസ്കാരം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇടപെടേണ്ടി വരുന്നത്. ഈ
നിയമം ലംഘിക്കുന്നവരുടെ കാര്യത്തിലാണ് നിയമപരമായി ഇടപെടേണ്ടി വരുന്നത്. അതിലൊരു വ്യക്തത കൂടി സാർ. ഇപ്പോൾ നമ്മൾ പോലും പല സമയത്തും ഇത് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പോലീസിന് നമ്മളോട് ആരടാ എന്താടാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാം, എവിടെയും നമ്മളെ ചോദ്യം ചെയ്യാം, എവിടെ വേണമെങ്കിലും പോലീസിന് കയറി ഇടപെടാം എന്ന് നമ്മൾ തന്നെ ഒരു ധാരണ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ സാർ നിയമപ്രകാരം പോലീസിന് ഒരാളെ, നേരത്തെ സാറ് പറഞ്ഞല്ലോ നിയമപരമായി ചില സാഹചര്യങ്ങളിൽ ബലപ്രയോഗമാകാമെന്ന്, ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസിന് ഒരാളെ അടിക്കാൻ പറ്റുമോ, കൈവയ്ക്കാൻ പറ്റുമോ? അത് നിയമം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, നിയമത്തിൽ അടിസ്ഥാനപരമായി 3 രീതിയിലാണ് ബലപ്രയോഗം പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഒരു അൺലോഫുൾ അസംബ്ലി നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബലപ്രയോഗം, ലാത്തി ചാർജ് പോലെ, അതുപോലുള്ള സന്ദർഭങ്ങളിൽ. 2, ഇപ്പോൾ അറസ്റ്റിനിടയിൽ നമ്മളെ ചെറുക്കുന്നു, ഒരാളെ ചെറുക്കുന്നു, ബലപ്രയോഗം വരുന്നു, അവിടെ മതിയായ ബലപ്രയോഗം നടത്താം. 3, നമുക്ക് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫെൻസ്, നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു, അവിടെ എല്ലാം തന്നെ വരുന്നത് ഒരു ഡിസ്ക്രീഷൻ. അല്ലാതെ പോയി അടിക്കാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല 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 എന്നു മാത്രമല്ല, നേരത്തെ ഹരീഷ് ഇവിടെ സൂചിപ്പിച്ച പുതിയ പോലീസ് ആക്ടിൽ 2011 അത് ആ നിർമ്മാണത്തിൽ എനിക്കും ചെറിയൊരു റോളുണ്ടായിരുന്നു, ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അതിൽ ഇക്കാര്യം കൃത്യമായി ഒന്നുകൂടി എഴുതി വച്ചിട്ടുണ്ട്. അതിൽ ബിഹേവിയർ ഓഫ് പോലീസ്മെൻ, പോലീസ് പേഴ്സണൽ എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷനുണ്ട്. അതിൽ ഈ യൂസ് ഓഫ് ഫോഴ്സിനെ സംബന്ധിച്ച് പാടില്ല എന്ന് മലയാളത്തിലും ഉള്ളതിലും ഇംഗ്ലീഷിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഫിസിക്കലായി മർദ്ദിക്കുന്നത് മാത്രമല്ലല്ലോ ശ്രീ പ്രശാന്ത്, നമുക്ക് അബ്യൂസീവായി പോലീസ് പെരുമാറുന്നത് തന്നെ നമ്മുടെ അന്തസ്സിനെ, ഐഡന്റിറ്റി ആകെ തകർക്കുന്ന ഒന്നാണ്. അത് അങ്ങനെ പോലീസ് പെരുമാറുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് സാധാരണക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അവർക്ക് ഏത് തരത്തിൽ അത് ചെറുക്കാൻ പറ്റും? ചോദ്യം ചോദിക്കുന്നത് വളരെ കുറ്റകരമായ, താങ്കളെപ്പോലും ഒരു ചോദ്യം എങ്ങനെ ബാധിക്കുന്നത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ആ ചോദ്യം എങ്ങനെ ചോദിക്കണം? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരാൾക്ക് വരുന്ന ഒരു ഇപ്പം അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിച്ചു, അതിന് കിട്ടിയ മറുപടി നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു എനിക്ക് കിട്ടി, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇത് കണ്ടിട്ട് 2 രീതിയിൽ സമൂഹത്തിന് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാം. ഒന്ന്, ഇതാണ് എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇടിയും മേടിച്ച് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ പൊരുതാം. ഇത് സമയമെടുത്തു, 2 വർഷം എടുത്തു, പക്ഷേ ഹി ഫോട്ട് ഇറ്റ്. ഇതുപോലെ എത്ര പേർക്ക് അടി കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് വല്ല കയ്യും കണക്കുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തിനെക്കാട്ടിലും കഷ്ടം അനുഭവിച്ച എത്രയോ പേര് കാണും. അവർക്ക് തെളിയിക്കാൻ പറ്റാതെ കൊല്ലപ്പെട്ടവരുണ്ട്, അവരുടെ കഥ പറയും. ഇത് നടക്കുന്നുണ്ട്. നമുക്ക് ഈ ഫാക്ട്സും ഫിഗേഴ്സും പ്രൂഫും ഇതും വെച്ചൊന്നും തെളിയിക്കാനല്ല. വാട്ട് ഐ എം സേയിങ് ഈസ് ഇത് നടക്കുന്നുണ്ട്. ഇതിൽ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിട്ട് ഒരാൾ വരുമ്പം ഉണ്ടാകുന്ന മാറ്റം നോക്കൂ. ഇതുപോലെ ഒരു 10 ആൾ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ എന്ത് മാറ്റം ഉണ്ടായേനെ. അത് അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം ഞാനാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ വാട്ട് ഐ ഓൾവേസ് കീപ് സേയിങ് ഈസ് മറ്റുള്ളവർക്കും ഇത് പ്രചോദനമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം ജീവനോടെ ഇപ്പോഴും ഉണ്ട്, ഞാനും ജീവനോടെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല. ഇൻ ദ സെൻസ് വി സർവൈവ്ഡ്. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന ആൾ പോലീസ് മന്ത്രിയാണെങ്കിലോ? ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ തല്ലുന്നത്? തല്ലാൻ പറ്റില്ല എന്നൊരു പോലീസ് മന്ത്രി തീരുമാനിച്ചാലോ നമ്മുടെയൊക്കെ ജീവിതം മാറില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് അത് കേരളത്തിൽ സംഭവിക്കുന്നത് താങ്കൾ തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നില്ലേ, വി നീഡ് എ ലീഡർഷിപ്പ്. ഒരു ബ്രെയിനകത്ത് നിന്ന് ഒരു ഐഡിയ കത്തി എന്നൊക്കെ പറയുന്നത് പീപ്പിൾ ഷുഡ് നോ ഹൗ ടു എക്സസൈസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ BGM ഇട്ട് സ്ലോ മോഷൻ നടക്കലല്ല. നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി എവിടെയൊക്കെയോ ആർക്കൊക്കെയോ കൊള്ളുന്ന പോലെ. അല്ല, ഞാൻ സത്യമായിട്ട് പറയാം, കേരളത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഷോ ഓഫ് പവർ, മൈറ്റ്, ലോ ആംഗിളിൽ, ഞാൻ കുറച്ച് സിനിമ പ്രാന്തുള്ളതുകൊണ്ടും കൂടെ പറയാം, ലോ ആംഗിളിൽ നിന്നൊരു ക്യാമറ വയ്ക്കുക, മേളിൽ നിന്ന് ഇങ്ങനെ സ്റ്റൈലിൽ നടന്നു വരിക, BGM ഇടുക. ഇത് എന്തോ മഹത്തായ സംഭവമാണെന്നാണ് വിചാരം. നമ്മൾ മലയാളത്തിലുള്ള ഈ സിനിമ അല്ലെങ്കിൽ പോപ്പുലർ മീഡിയ എന്ന് വരുന്ന കുറേ ഇതുണ്ടല്ലോ തലയിൽ കയറിയിട്ടുള്ളതും. ക്ലൈമാക്സ് ആകുമ്പോൾ നായകൻ വന്ന് ഇടിച്ച് പഞ്ചറാക്കണം, യാതൊരു ധാർഷ്ട്യവും പാടില്ല, 3rd ഡിഗ്രിയോ എന്നാന്ന് വെച്ചാൽ കാണിച്ചോണം. പക്ഷേ ദാറ്റ് ഈസ് ഹീറോയിസം എന്ന് നമ്മുടെയൊക്കെ രക്തത്തിലോട്ടങ്ങ് കയറ്റി വെച്ചിരിക്കുകയാണ്. പകരം വീട്ടണം, പക വേണം, ഈഗോ വേണം. മിക്ക നമ്മുടെ കഥകളും പകരം വീട്ടലാണ്. പക ഫിനിഷ് ചെയ്യുന്നിടത്താണ്. അപൂർവം സിനിമകളിൽ മാത്രമാണ്, ഇപ്പോൾ എനിക്കൊന്ന് ചെങ്കോല്ലോ മറ്റോ മാത്രമാണ് പക വീട്ടാനുള്ളതല്ല എന്നുള്ളൊരു സംഭവം. അതൊരു സൈക്കിളാണെന്ന് തിരിച്ചറിയുന്ന ഒരു സാധനം. അല്ലെങ്കിൽ പകയാണ്.
അപ്പോൾ ആ പക വീട്ടുന്നത് ഏറ്റവും ഗ്രാൻഡായിട്ട് വീട്ടുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൊടുക്കുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള പല സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ എന്ത് കൂടാലോനും എന്ത് വേണമെങ്കിലും നടത്താം, അങ്ങോട്ടൊരു ആരോപണം ഇങ്ങോട്ടൊരു ആരോപണം. അപ്പോൾ ഒരു ആരോപണത്തിനെക്കാട്ടിലും ബെറ്റർ ആരോപണം അപ്പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഭലേ വേഷന്ന് മോനെ കൈയടിക്കുക. ഇതൊന്നും അല്ല ലീഡർഷിപ്പ് എന്നാണ് ഞാൻ പറയുന്നത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇവോൾവ് ആണ്, കുറച്ചുകൂടെ എന്താ പറയുക, സ്റ്റേറ്റ്സ്മാൻലി എന്ന് പോലും ഞാൻ പറയുന്നില്ല, കുറച്ച് മനുഷ്യത്വം വേണം. ഫണ്ടമെൻ്റലി യു നീഡ് കമ്പാഷൻ ഇല്ലാത്ത ലീഡർഷിപ്പ് വട്ടപൂജ്യമാണ്. ഇപ്പോൾ കമ്പാഷൻ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ അകാരണമായിട്ട് അടിക്കാനോ തൊഴിക്കാനോ ഏതെങ്കിലും രീതിയിൽ നോവിക്കാൻ പോലും നമുക്ക് തോന്നില്ല. ആ ഒരു ലെവലിലേക്ക് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ നമ്മുടെ സമൂഹം എന്ന് സ്വീകരിക്കാൻ തയ്യാറാവുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ, അതാണ് ഞങ്ങൾക്ക് കാണാൻ താല്പര്യം. ഞങ്ങൾക്ക് കരുണയാണ് കാണേണ്ടത്, ഞങ്ങൾക്ക് ആർദ്രതയാണ് കാണേണ്ടത്, ഞങ്ങൾക്ക് ദയയാണ് കാണേണ്ടത്, കുറച്ചുകൂടെ വിശാല മനസ്സാണ് കാണേണ്ടത് എന്ന് നിങ്ങളടുത്ത് BGM ഇട്ട് ഷോ നടത്താൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള ധൈര്യം ജനങ്ങൾക്കും വേണം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൊളോണിയൽ ഹാങ് ഓവറിലാണ് ഇപ്പോഴും അടിക്കുന്നത് ശരിയാണ് അല്ലെങ്കിൽ കേസ് തെളിയിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നത്. ഇത് പോലീസിലെ ഇൻഡിവിജ്വൽസിൻ്റെ കുഴപ്പമാണോ? നേരത്തെ താങ്കൾ പറഞ്ഞു ക്രിമിനൽസിൻ്റെ എണ്ണം കൂടുതലാണെന്ന്. ഞാൻ ചോദിക്കുന്നത് പോലീസിലെ ഇൻഡിവിജ്വൽസിൻ്റെ കുഴപ്പമാണോ അതോ ഭരണകൂടത്തിന് തന്നെ? ഇപ്പം നമ്മുടെ സർക്കാരിന് തന്നെ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടോ? പോലീസ് ഭയങ്കര പവർഫുൾ ആയിരിക്കണം. എന്നെ കാണുമ്പോൾ എല്ലായിടത്തും കേരളത്തിൽ അവിടെ നിന്ന് തൊട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോലീസ് എൻ്റെ കാവലിൽ നിൽക്കണം, റോഡിലുള്ള ആൾക്കാരെ മുഴുവൻ ആട്ടി ഓടിക്കണം. എനിക്കിങ്ങനെ വിറപ്പിക്കുന്ന പോലീസിന് വേണം എന്നൊരു ഇൻസെക്യൂരിറ്റി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കില്ലേ സത്യം പറഞ്ഞാൽ? നേരത്തെ ഹരീഷ് പറഞ്ഞതിനകത്തുനിന്ന് ഒരു കണ്ടിന്യൂറ്റി പറയാണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ ക്രിമിനൽസ് പോലീസ് ഫോഴ്സിനകത്ത് വരുന്നതിനെക്കുറിച്ചും സെലക്ഷൻ സമയത്തൊരു എൻട്രി ഉണ്ട്, അത് നമുക്ക് കുറേയൊക്കെ ഇതാക്കാം. പക്ഷെ പിന്നെ ഒരു കാര്യം പലപ്പോഴും ഓർക്കാത്തൊരു കാര്യമുണ്ട്, നിരന്തരം പിന്നീട് ഈ ഫോഴ്സ് ക്രിമിനൽസുമായിട്ടാണ് ഇൻട്രാക്ഷൻ വരുന്നത്. ഇപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെ അല്ല. അപ്പോൾ പോലീസിനകത്ത് ജോലി ചെയ്യുന്നവർ നിരന്തരമായിട്ട് ക്രിമിനൽസും ഭയങ്കര ഒരു തരത്തിലും സമൂഹത്തിൽ എന്താ പറയുക മുഖ്യധാരയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ടൈപ്പ് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ വരികയാണ്, ഫോർ ഗുഡ് ഓർ ബാഡ്. ഇത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പല രീതിയിലും പല പോലീസ് ഓഫീസേഴ്സും തുടക്കത്തിൽ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ടുള്ളവർ ഒരു 5-10 വർഷം കഴിയുമ്പോഴേക്ക് പല ക്രിമിനൽ കൂട്ടങ്ങളുടെ ഇടയിലുമായി പോകുന്നതും ആ ക്രിമിനലുകളെക്കാട്ടിലും ഭീകരന്മാരായിട്ടുള്ള ക്രിമിനലുകളായി മാറുന്നതും ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊന്നും അധികം റിപ്പോർട്ട് ചെയ്തു അത് കാണില്ല, പക്ഷെ കേൾവി നിങ്ങൾക്ക് പലർക്കും പലരുടെയും പേരുകളും മുഖങ്ങളും ഒക്കെ ഈ പറയുമ്പോൾ തന്നെ ഓർമ്മയിൽ വരുന്നുണ്ടാവും. ഇത് എന്ത് അപകടമാണെന്ന് ആലോചിക്കണേ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിമിനൽ ഗാങ്സ് ഉണ്ട്, പല സിറ്റികളെയും നിയന്ത്രിക്കുന്നത് പല ഗുണ്ടാ സംഘങ്ങളും അതും ഇതൊക്കെയാണ്. ഈ ഗുണ്ടാ സംഘങ്ങളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കും ഒരു ഗുണ്ടാ സംഘത്തിനെ അടിച്ചമർത്തി ഭയങ്കരമായിട്ട് നടപടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ്. പണ്ട് കുട്ടിക്കാലത്ത് ഞാനും ഇതൊക്കെ വായിച്ചിട്ട് രോമാഞ്ചം കൊള്ളായിരുന്നല്ലോ, ഭയങ്കര സംഭവമാണെന്ന്. പിന്നീട് സർവീസിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇവിടെ പല ഗ്യാങ്ങുകളുണ്ട്. ഈ പല സ്ഥലത്തും ചില പോലീസിലുള്ള ജോർജേമാന്മാർ ഒരു സ്ഥലത്ത് ചാർജ് എടുത്ത് കഴിയുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഗ്യാങ്ങുമായിട്ട് ടൈപ്പായിട്ട് മറ്റേ ഗ്യാങ്ങിനെ അടിച്ച് ഫിനിഷ് ചെയ്യും. അതാണ് ഈ പത്രത്തിലൊക്കെ ആഘോഷിക്കപ്പെടുന്ന വാർത്തകൾ. അപ്പോൾ ഒരു ഗ്യാങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു ഗുണ്ടാപ്പണിയാണ്. ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇവർ പൈസ ഉണ്ടാക്കുകയാണ്. ആൻഡ് ദേ ബിക്കം മോർ പവർഫുൾ. ഗുണ്ടാ സംഘങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സെറ്റിൽമെൻറ്റ് നടത്തുന്ന പോലീസുകാരനായി പോയാൽ ഇപ്പോൾ സിവിൽ മാറ്റേഴ്സിൽ ഇടപെടാൻ പാടില്ല എന്ന് DGPയുടെ എത്രയോ സർക്കുലേഴ്സ് ഉണ്ട്. പക്ഷേ ഇന്നും പല സ്റ്റേഷനുകളിലും പല ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടയിലും സെറ്റിൽമെൻ്റാണ്. ബിസിനസ് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ വരുമ്പോൾ അത് സെറ്റിൽ ചെയ്തിട്ട് അതിനകത്തുനിന്ന് കമ്മീഷൻ പറ്റി. ഇതിനൊന്നും അല്ല പോലീസിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോലീസിനെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പോലീസ് മേധാവിമാർക്കറിയാം, പോലീസ് മന്ത്രിമാർക്കറിയാം, നമുക്കും അറിയാം പോലീസ് എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ അവർ സിസ്റ്റം വളയുന്നത് പോലെ വളയും. നേരത്തെ സാറ് പറഞ്ഞ പോലെ സിസ്റ്റത്തിലിരിക്കുന്ന എന്താണോ, ഹരീഷ് കറക്റ്റായിട്ട് പറഞ്ഞ പോലെ എന്താണോ ഈ ഭരണകൂടം ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ പോലീസിന് അറിയാം. എനിക്ക് നല്ല സെക്യൂരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന മന്ത്രിമാരാണെങ്കിൽ നല്ല സെക്യൂരിറ്റി കൊടുക്കണമെന്ന് പോലീസിന് അറിയാം. അതിനനുസരിച്ചാണ് പോലീസ് എപ്പോഴും വർക്ക് ചെയ്യാറുള്ളത്. ശ്രീ ഹേമചന്ദ്രൻ, ഇവർക്ക് ഒരുപാട് ചിലപ്പോൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനത്തൊരു ചോദ്യം, എന്താണ് സൊല്യൂഷൻ? പോലീസിൻ്റെ മനോവീര്യമാണോ ആളുകളുടെ അന്തസ്സാണോ ആദ്യ പരിഗണനയാവേണ്ടത്? ഈ മനോവീര്യത്തെ പറ്റി പറയുമ്പോൾ തെറ്റായ ഒരു പ്രവൃത്തിയെ വിമർശിച്ചത് കൊണ്ട് അതിനെതിരെ നടപടിയെടുത്തത് കൊണ്ട് ചോർന്നു പോകുന്ന ഒരു കാര്യമാണ് മനോവീര്യമെങ്കിൽ അത് ആ വഴിക്ക് പോകുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ സർവീസ് ജീവിതത്തിൽ എനിക്ക് ബോധ്യമുള്ള സന്ദർഭങ്ങളിൽ പല ആളുകളെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ആരുടെയും മനോവീര്യമൊന്നും നഷ്ടപ്പെടില്ല.
തെറ്റായ മാതൃകകൾ നമ്മൾ ചെയ്യാൻ അതിനെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം തെറ്റായതിന്. ഒരു കാര്യം ഇതിലുള്ളത്, നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപിത താല്പര്യങ്ങളുള്ള രാഷ്ട്രീയവും വൃത്തികെട്ട പ്രവണതകളുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പല രൂപത്തിൽ, ഇത് രണ്ടും കൂടിയുള്ള ഒരു കൺവെർജൻസ് വരുമ്പോൾ, ഒരു ഐക്യപ്പെടൽ വരുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്തെ അട്രോസിറ്റി അതിനെപ്പറ്റി പഠിച്ച അതിനുശേഷം നാഷണൽ പോലീസ് കമ്മീഷൻ, ധർമ്മവീര കമ്മീഷൻ വളരെ മനോഹരമായി അത് എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞ്, സ്വാതന്ത്ര്യത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ നിലവാരം താഴ്ന്നു, അതനുസരിച്ച് ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ നിലവാരം താഴ്ന്നു എന്നു മാത്രമല്ല, അവർ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലവാര തകർച്ച, ഈ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുള്ള ഇവർ തമ്മിലുള്ള ഒരു കൺവെർജൻസ്, അത് വലിയ പ്രശ്നം സൃഷ്ടിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ക്രിമിനലൈസ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ പുറത്താക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത്തരക്കാരെയാണ് ആവശ്യം. പല രൂപത്തിൽ അത്തരക്കാർ കയറി വന്ന്, ഞാൻ എഴുതിയിട്ടുണ്ട്, ഈ സബ് ഇൻസ്പെക്ടറായിട്ട് കയറി വൃത്തികെട്ട ട്രാക്ക് റെക്കോർഡിലൂടെ പോയി സംരക്ഷിക്കപ്പെട്ട് IPS വരെ കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും പ്രായോഗികമായിട്ട് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ RSS മേധാവിയെ രഹസ്യമായി പോയി കാണുന്നൊരു സംഭവം വരെ ഉണ്ടായി. സംസ്ഥാനത്തെ പോലീസ് മേധാവി അതിനെതിരെ റിപ്പോർട്ട് കൊടുത്തു, പക്ഷേ അത് നടപ്പാക്കപ്പെടുന്നില്ല. അതിൻ്റെ താല്പര്യം എവിടെയാണെന്ന് ആരാ ചോദിക്കേണ്ടത്? എൻ്റെ കാഴ്ചപ്പാടിൽ പോലീസ് കോൺസ്റ്റബിൾ, ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ആയാലും ആ തരത്തിലൊക്കെ വരുന്ന നല്ല വിദ്യാഭ്യാസപരമുള്ള ആളുകളാണ്. അവരായാലും IPS ഉദ്യോഗസ്ഥനായാലും DGP ആയാലും പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട പ്രവൃത്തി നല്ല ഉറച്ച കാൽവയ്പ്പുകളോടുകൂടി ചെയ്യണം. ആരെങ്കിലും കാണാനാണെങ്കിൽ നമ്മൾ കള്ളനെ പിടിക്കാൻ നമുക്ക് രഹസ്യമായിട്ട് പോകാം, അത് രഹസ്യാത്മകത വേണം. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന പ്രവൃത്തി ഉറച്ച കാൽവയ്പ്പുകളോടുകൂടി ചെയ്യണം. ആരെങ്കിലും ചോദിച്ചാൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാനത് ചെയ്തു, ഇതാണ് എൻ്റെ നിലപാട് എന്ന് പറയാൻ കഴിയണം. എന്നോടും ചില രഹസ്യ സന്ദർശനങ്ങൾക്കൊക്കെ ഉള്ള ആവശ്യം ഉണ്ടായിട്ടുണ്ട്, ഞാനത് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. പോകുകയാണെങ്കിൽ പരസ്യമായിട്ട് പോകും, പോലീസ് വാഹനങ്ങളുടെ ഇതിൽ അകമ്പടിയോടുകൂടി അല്ലെങ്കിൽ പോകും. അതിന് ബോധ്യം വേണം. ഞാനീ പറഞ്ഞ പോലെ ഈ മേധാവിയൊന്നുമല്ല, പക്ഷേ RSS മേധാവിയല്ല, അല്ലല്ല, നിയമപരമായി ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണമുള്ള സമയത്ത് മുഖ്യമന്ത്രിയെ പോലും കാണുന്നതിന് നിയന്ത്രണമുണ്ട്. കാരണം ഞാനത് എഴുതിയിട്ടുമുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഡിമാൻഡ് വരുമ്പോൾ നോ സർ, ഇതിൻ്റെ വയലേഷനാണ് എന്ന് പറയുകയും, പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ബോധ്യത്തോടു കൂടി ചെയ്യണം. അത് അത്യന്താപേക്ഷിതമാണ്. എന്നിട്ട് അതിന് ഞാൻ ഇന്ന കാരണം കൊണ്ടാണത് ചെയ്തത്, തെറ്റെങ്കിൽ തെറ്റ്, ശരിയെങ്കിൽ ശരി എന്ന ഒരു ധൈര്യം പോലീസ് ഉദ്യോഗസ്ഥന് വേണം. അത് കൂടിയേ തീരൂ. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഇപ്പോൾ പോലീസ് മേധാവികൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഇപ്പോൾ സാധാരണക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മാത്രമല്ല, പൂരം കലക്കൽ, രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കാൻ പോലീസിലെ ഉന്നത സ്ഥാനീയർ ഇടപെട്ടു, അതിന് ഗൂഢാലോചന നടത്തിയെന്നാണ് ഒരാരോപണം. ശബരിമല സ്ത്രീ പ്രവേശം നടപ്പാക്കാൻ സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യവുമായി യുവതികളെ രഹസ്യമായി ശബരിമലയിൽ എത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരാരോപണം. ഇത്തരത്തിൽ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കി കൊടുക്കേണ്ടത് പോലീസിൻ്റെ പണിയാണോ? ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പറയുകയാണ്, ഇവിടെ ക്രൈം കൂടുന്നു, ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ നിങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലുള്ള ഭരണഘടനാപരമായ താല്പര്യവും പോലീസിൻ്റെ ഉത്തരവാദിത്വവും ഒരുമിക്കുന്നു. നമ്മൾ ചെയ്യാനത് ബാധ്യസ്ഥനാണ്. അതല്ലാതെ ഇതിൽ ഫലത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുറ്റാന്വേഷണത്തിൽ ആര് പ്രതിയല്ല, ആരെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മാത്രം അധികാരമാണ്. അതിന്മേൽ ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്നാരെ അറസ്റ്റ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ താല്പര്യമാണ്. സർക്കാരിൻ്റെ താല്പര്യമാണെങ്കിൽ ഒരു സർക്കാർ ഉത്തരവങ്ങ് ഇറക്കാമല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന നാരോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റാണ്. അത് ചെയ്യലല്ല പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി. അവിടെ മൃദുഭാഷയോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലോ സാർ അത് പറ്റില്ല എന്ന് പറയാൻ കഴിയണം. കുറഞ്ഞ പക്ഷം IPS ഉദ്യോഗസ്ഥർക്കെങ്കിലും അത് കഴിയണം. ഈ IASൻ്റെയും IPSൻ്റെയും ഒക്കെ വാല്യൂ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നോ പറയേണ്ടിടത്ത്
മൃദുവായിട്ടെങ്കിലും അത് മതി, നോ പറയാൻ കഴിയണം. അതല്ലാതെ ഈ ഭരണമെന്ന് പറയുന്നത്, പ്രശാന്തും ഞാനും ഒക്കെ ചെയ്തിരുന്ന, ഞാൻ പണ്ട് ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് അസാധാരണമായ ബുദ്ധിവൈഭവം ആവശ്യമുള്ള ജോലിയൊന്നുമല്ല. ഈ പരീക്ഷ പാസ്സാകാൻ ഇത്തിരി പ്രയാസമാണ്, പക്ഷെ ചെയ്യുന്ന ജോലിയല്ല. ഇപ്പോൾ കേരളത്തിലെ ഇൻസ്പെക്ടറായി കയറി ഐ ജി ചന്ദ്രശേഖരൻ നായർ, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കി, എന്ത് മനോഹരമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. സർ CP യുടെ നിർദ്ദേശത്തിന് മുന്നിൽ പറ്റില്ല എന്ന് പറഞ്ഞ് കോട്ടയത്ത് അന്ന് ഈ കേരള കോൺഗ്രസ്സുകാർ നടത്തുന്ന മീറ്റിംഗ് തകർക്കാൻ കൂലി പോലീസിനെ വച്ചപ്പോൾ അദ്ദേഹം അവിടെ SP ആണ്, ഇത് പറ്റില്ല. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഏജൻറ്റന്മാർ ചെന്നപ്പോൾ അവരെ വിരട്ടി ഓടിച്ചു, ധൈര്യം കാണിച്ചു. അത് കഴിഞ്ഞ് ഏതാനും അടുത്ത ആഴ്ച അദ്ദേഹത്തെ സർ CP അവിടെ വിളിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല, ഞങ്ങൾക്കിത് വേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ജോലി പോയി, അല്ലെങ്കിൽ ഇതെല്ലാമായി എന്നുള്ള ഇതോടുകൂടി ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് വെട്ടുകിട്ടുന്നതും മറ്റ് സംഭവങ്ങളും ട്രാവൻകൂറിലെ രാഷ്ട്രീയമൊക്കെ മാറുന്നത്. അതേ IPS ഒന്നും ആയിരുന്നില്ല, ഇൻസ്പെക്ടറായിട്ട് കയറി ഇരുന്ന് പ്രവർത്തിച്ച ആളാണ്. കുറഞ്ഞ പക്ഷം ഈ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാ വിരുദ്ധമായ, നിയമവിരുദ്ധമായ, വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം, വിശാലമായ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിലുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും സങ്കുചിതമായ ഇത്തരം താല്പര്യങ്ങൾ വരുമ്പോൾ നോ സാർ അത് പറ്റില്ല എന്ന് പറയുവാനുള്ള ഞാനതിനെ ധൈര്യമൊന്നും പറയുന്നില്ല, അതിനുള്ള നമ്മുടെ ഉത്തരവാദിത്വം അത് കാണിക്കുകയും വേണം. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു വിലയുമില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതാണ് അതിൻ്റെ സത്യം. ഓക്കെ ഹരീഷ്, അവസാനമായി ചുരുക്കി എന്താണ് പരിഹാരം? അന്തസ്സോടെ നമുക്ക് നമ്മുടെ പോലീസിന് മുന്നിൽ നിവർന്നു നിൽക്കാൻ എന്താണ് ഒരു പരിഹാരം? ഞാൻ പ്രകാശൻ കേസിലേക്ക് വരാം. ഒരാൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി പോയി ഒരു വിധി വാങ്ങിച്ചിട്ട് അത് നടപ്പാക്കാൻ കേരളത്തിലെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഇതുവരെ മുൻകൈ എടുത്തിട്ടുണ്ടോ? ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സുജിത്തിന് സംഭവിച്ച വിവാദം കണ്ടപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം അനുഭവിച്ചപ്പോൾ, ആ വിഷ്വൽ വരുന്നത് വരെ നമുക്ക് ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് തോന്നില്ല, ഒരു കോളം വാർത്തയായിട്ട് തോന്നുള്ളൂ. ആരോ തല്ലുകൊണ്ടു, ആരോ മർദ്ദിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഉദയകുമാറിൻ്റെ ഉരുട്ടിക്കൊല കേസിലെ അമ്മയുടെ കരച്ചിലിൽ നിന്നാണ് നമുക്ക് സിമ്പതി വരുന്നത്, അല്ലാതെ നമുക്ക് ഒരാൾ ഉരുട്ടിക്കൊന്നത് നാളെ ഞാനും കൊല്ലപ്പെടാമെന്ന തോന്നലിലല്ല. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ സമൂഹത്തിൽ എത്ര പേര് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഒരു സ്റ്റെപ്പ്, ചിലപ്പോൾ ഒരു വിവരാവകാശ പ്രകാരമുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു കംപ്ലയിൻ്റ് ആയിരിക്കും. ആസ് എ സിറ്റിസൺ ഞാൻ ഇതിനകത്ത് കൺസേൺഡ് ആണ്, എൻ്റെ സ്റ്റേറ്റ് നടപടിയെടുക്കണം, എൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു കത്ത് പോലും, ഒരു പരാതി പോലും സിവിൽ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. ഞാൻ ഇത്തരം കേസുകൾ ഷാനിക്കറിയായിരിക്കും, നമ്മളൊരു 10 വർഷം മുമ്പ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എത്ര കംപ്ലയിൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടി, എത്ര ആളുകൾ ഇതിൽ കൺസേൺഡ് ആണെന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ വൈകുന്നേരത്തെ ചർച്ച കഴിഞ്ഞാൽ ഇത് അവസാനിക്കും, നിങ്ങൾ അടുത്ത പണിക്ക് പോകുമെന്ന് സ്റ്റേറ്റിന് നന്നായിട്ട് അറിയാം. അടുത്ത ഇലക്ഷനിൽ ഇത് ചർച്ചയാവില്ലെന്നറിയാം. അതുകൊണ്ട് നമ്മൾ പൊരുതി നേടിയ എത്രയോ, ഇപ്പോൾ DK ബസു കേസിലെ വിധിന്യായം കിട്ടാൻ എത്ര വർഷം നമ്മൾ കഷ്ടപ്പെട്ടു, ഒരു സിറ്റിസനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡ് ലൈൻ ഇറക്കാൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ ഭരിച്ച ഒരു സർക്കാരും അല്ലാതെ ഇറക്കിയത്, സുപ്രീം കോടതിയാണ് ഇറക്കിയത്. അത് നടപ്പാക്കി കിട്ടാൻ ഒരാളും ഫൈറ്റ് ചെയ്യാറില്ല. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്ന ഉപകരണങ്ങൾ, ജനാധിപത്യ ഉപകരണങ്ങൾ മുഴുവൻ അവിടെ ഇരുന്ന് തുരുമ്പെടുത്ത് പോവുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് പോലീസ് കമ്മീഷൻ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു കത്ത് പോലും കൊടുത്തിട്ടില്ല. ഈ സെക്യൂരിറ്റി കമ്മീഷൻ ഞാൻ ഉൾപ്പെട്ട അംഗമാണ്. സുജിത്തിനോട് നമുക്ക് അടുത്ത അപ്പോൾ എൻ്റെ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ ഉപകരണങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുകയും, പിന്നെ ഒരു വാചകം കൂടി പറയാതെ എനിക്കത് അവസാനിപ്പിക്കാൻ പറ്റില്ല. തല്ല് കൊള്ളേണ്ട പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് തല്ല് കൊണ്ടവർ പോലും നമ്മളോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തല്ല് കൊള്ളേണ്ട പണി വേറെയുണ്ട്, പോലീസിന് ചില കാര്യത്തിൽ തല്ലാം, ഞാൻ അതിൽ പെട്ടവനായിരുന്നില്ല എന്ന് പലരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ടല്ലോ പോലീസിന് വേണമെങ്കിൽ നമ്മളെ തല്ലാം, ചില സമയത്തൊക്കെ തല്ലാം എന്നൊരു തോന്നലുണ്ടല്ലോ നേരത്തെ ചോദിച്ചത്. ഷാനി, ഒരു വാക്ക് കൂടി, പോലീസുകാർ നമ്മളെ എടാപോടാന്ന് വിളിക്കാറുണ്ട്, തിരിച്ച് നമ്മൾ സാറിന് വിളിക്കാറുണ്ട്. ഞാൻ 3 വർഷം മുമ്പ് ഇത് അവസാനിപ്പിച്ചു. ഞാൻ ഏത് പോലീസുകാരനെയും എടാന്ന് വിളിക്കാറുള്ളൂ, അല്ലെങ്കിൽ പേര് വിളിക്കും. മാന്യമായിട്ട് ആദ്യം പേര് വിളിക്കും, അയാൾ മുടയാണെങ്കിൽ എടാന്ന് വിളിക്കും. നമുക്ക് എന്തുകൊണ്ട് ആളുകളോട് പ്രകാശേ, സുരേഷേ അല്ലെങ്കിൽ പ്രശാന്തേ എന്ന് വിളിച്ചുകൂടാ? നമ്മൾ എന്തിനാണ് ഇവരെ സാറേ എന്ന് വിളിക്കുന്നത്? ഞാനിത് പബ്ലിക്കായി അനൗൺസ് ചെയ്താണ്, ഞാൻ ചെയ്യാറുമുണ്ട്. സുജിത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്, ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. സുജിത്തിൻ്റെ കക്ഷി അധികാരത്തിൽ വന്നാൽ ഇത് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് സുജിത്ത് പറയുമോ, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളും. കാരണം എന്താ പറയുക, ഒരു വേദന അനുഭവിച്ചിട്ടുള്ള ആൾക്ക് അതിൻ്റെ ഒരു സമൂഹത്തിൽ നേരിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ തെറ്റായിട്ട് തന്നെ കാണണം, അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് തന്നെയായാലും അങ്ങനെ കാണണം. താങ്ക് യു സുജിത്ത്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ചോദ്യങ്ങളായി തന്നെ ചോദിക്കണേ, നേരിട്ട് ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. സാർ, ഒരു ചോദ്യം. ഇവിടെ
വിഷയമായിട്ട് പരോക്ഷമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹരീഷ് സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ സമൂഹം അക്രമവാസനയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും എന്താ പറയുക, വളരെ ആരാധനയോടെ കാണുന്ന വിധത്തിലേക്ക് അധപതിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ആഴ്ച എറണാകുളത്തെ ഒരു പ്രമുഖ ഗുണ്ടയുടെ ഇൻ്റർവ്യൂ ഒരു പ്രമുഖ ചാനലിൽ ഞാൻ കണ്ടു. അതിൽ എനിക്ക് എന്നെ ഗുണ്ടയേക്കാൾ ഭയപ്പെടുത്തിയത് അയാളെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമപ്രവർത്തകൻ്റെ മനോനിലയും അതിൽ താഴെ വന്ന കമൻസുമാണ്. അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാനത് കണ്ടില്ല. പക്ഷേ സമൂഹത്തെ മൊത്തത്തിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം കേരളീയ സമൂഹം വളരെ നന്നായി ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാറുണ്ട്. അവർക്ക് ഇപ്പോൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെങ്കിലും അവർ പ്രതികരിക്കുകയും ചെയ്യും, തല്ലുന്ന ഒരു സംഗതി. പക്ഷേ ഹീറോയിസം, നേരത്തെ പ്രശാന്തനെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി ഒരു CI കുറേ എണ്ണത്തിനെ അടിച്ച് സ്റ്റേഷനിൽ കയറ്റിയിട്ട് 2 ഒതുക്കി എന്നൊക്കെ പറയുന്ന സംഗതിയോട് ഇപ്പോഴും നമുക്കൊരു ആരാധനയുണ്ട്. അതായത് ഡെമോക്രാറ്റിക് ആയിട്ടല്ല ഇത് പോവേണ്ടത് എന്ന തോന്നൽ നമുക്കിടയിലുണ്ട്. 2, കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരാൾ തല്ലുകൊണ്ടാൽ അയാൾ പ്രതിയല്ല, അയാൾ പ്രതിയാവേണ്ട ആളല്ല, അയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതി പറഞ്ഞതിന് ശേഷമേ പിന്നെ നമ്മൾ അദ്ദേഹത്തിന് തല്ലിയത് തെറ്റായിപ്പോയി എന്ന് പറയുള്ളൂ. അതുവരെ കിട്ടിയ തല്ല് കുഴപ്പമില്ല എന്ന് നമ്മൾ പറയും. ആ അർത്ഥത്തിൽ മലയാളിക്ക് ഒരു പ്രശ്നമുണ്ട്. ആ സൈക്കോളജി നല്ലപോലെ പോലീസ് മുതലെടുക്കുന്നുണ്ട്. പക്ഷേ സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഹേമേന്ദ്ര സാർ പറഞ്ഞിടത്തുനിന്നാണ് എൻ്റെ പോയിന്റ്. ഇത് നിങ്ങൾ മാഗ്നാനിമിറ്റി ഒന്നുമല്ല, നിങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളത്തോട് നിങ്ങൾ കാണിക്കേണ്ട മിനിമം ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ നിങ്ങൾ കയ്യിലെടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത്, ഞാൻ ഇൻട്രാക്ട് ചെയ്ത ആളുകളിൽ 90% ആളുകൾക്ക് നമുക്ക് ബാധകമായ നിയമം പോലീസിന് ബാധകമാണെന്നുള്ള കാര്യം അറിയില്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ തെറിവിളിക്കുകയോ ഞാൻ നിങ്ങളെ തല്ലുകയോ ചെയ്താൽ FIR ഇട്ട് അന്വേഷിക്കുന്ന പോലീസ്, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ തല്ലു എന്ന് ഒരു പരാതി വന്നാൽ, സുജിത്തിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ SHO ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ SHOയ്ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ നിന്ന് മാറി അടുത്ത ആൾക്കെതിരായിട്ടോ FIR ഇട്ടിട്ട് വേണോ അത് അന്വേഷിക്കാൻ. അങ്ങനെ ഒരു FIR ഇടാൻ വേണ്ടിയാണ് സുജിത്തിനെ പോലുള്ള ആളുകൾ 2 വർഷം നടക്കുന്നത്. അപ്പോൾ അത്തരമൊരു മനോനിലയുണ്ട് എന്നറിയുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് മുതലെടുക്കുന്നുണ്ടാവും. നമസ്കാരം. ഇവിടെ ഉണ്ട് ബെന്നി ജോസഫ്. നിയമവാഴ്ച നഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് ഹേമചന്ദ്രനെ IPSനെയും പ്രശാന്ത് IASനെയും ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. എൻ്റെ സന്തോഷം വേറെ ഒന്നുമല്ല, നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? IASും IPSും ഒരു അലങ്കാരമല്ലാതെ, ഇവർ പറയണ കൂലിപ്പണി അല്ലാതെ ചെയ്താൽ ഷാറിപ്പിരിക്കണ പോലെയും ജേക്കബ് തോമസ് കത്തി മുറിച്ച് വെക്കാൻ പോയ പോലെയും, ഞാനും ഈ ഹരീഷൊക്കെ കുറേ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരാളെ ഇതുവരെയും തല്ലിയിട്ടില്ല, കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ 27 കേസ് നടത്തുകയാണ്. 22 വർഷമായിട്ടൊരു കോടതി കയറി ഇറങ്ങിയിട്ട് അതിൻ്റെ ഫയൽ കാണാനില്ലെന്ന് പറയുവാണ്. സാറേ, ഇത്രേ ചോദിക്കാനുള്ളൂ. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഇടപെട വിളി ഇഷ്ടപ്പെട്ടു കേട്ടോ ഹരീഷ്. കുറച്ച് നട്ടലൊക്കെ വന്നിട്ടുണ്ട്, സന്തോഷം. ഈ ചോദിക്കാനുള്ള ചോദ്യം ഇതുള്ളു. പുസ്തകത്തിലെ പശു 78 വർഷമായിട്ട് പാലും തന്നില്ല, ചാണകവും ഇടണില്ല, പുല്ലും തിന്നുന്നില്ല. നിങ്ങളൊക്കെ വെറും പുസ്തകത്തിലെ പശുവല്ലേ? 2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം, നേരത്തെ ഹരീഷ് പറഞ്ഞതാണ്, കേരളത്തിൽ എൻ്റെ അനുഭവത്തിൽ നിയമമനുസരിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ, മറ്റ് സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാതെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഭയപ്പെടാത്ത ഒരു ഗുണ്ടയും കേരളത്തിലില്ല, ഒരു അക്രമിയുമില്ല, ഒരു രാഷ്ട്രീയ നേതാവുമില്ല, നിയന്ത്രിക്കാനാകാത്ത ഒരു സാഹചര്യവും കേരളത്തിലില്ല. പ്രശ്നം വരുന്നത് നമ്മളത് സ്വതന്ത്രമായി വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ധാരാളം വലിയ ഗുണ്ടകളെയൊക്കെ നേരിട്ട് സംസാരിക്കുകയും ഇടപെടുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ അനുഭവമുണ്ട്. അതൊന്ന്. 2, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷത ഉള്ളത്, ഈ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരിയായ നിലപാടുകൾ എടുക്കുന്നതിനാണ്. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം എത്ര കാലക്രമേണ മലീമസമായിട്ടുണ്ടെങ്കിലും ശരി, ഓൾ ഇന്ത്യ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് നിലപാടുകൾ എടുക്കാൻ കഴിയും. എല്ലായ്പ്പോഴും അത് അംഗീകരിക്കപ്പെട്ടുവെന്നോ ഒരിക്കലും അത് ദുരനുഭവത്തിലേക്ക് നയിക്കില്ലെന്നോ എന്നൊന്നും പറയാനാകില്ല. പക്ഷേ കേരളം മെച്ചപ്പെട്ടതാണെന്ന് പറയുമ്പോൾ കേരളവും നമ്മൾ പിന്നോട്ട് പോവുകയാണ്. ഞാൻ സർവീസിൽ തുടങ്ങിയ കാലത്തെ കേരളമല്ല പിൽക്കാലത്ത് ഞാൻ കണ്ട കേരളം. ഒരുപാട് മാറി വരുന്നുണ്ട്. ആ മാറ്റം പലപ്പോഴും ഞാൻ പറഞ്ഞ ആ മൂല്യ തകർച്ച രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ തുടക്കത്തിലൊക്കെ രാഷ്ട്രീയക്കാർ വല്ലതും പറയുമ്പോൾ നമ്മളോട് വിയോജിച്ചാലും ആ നേതാവിനോട് നമുക്ക് യോജിപ്പ് കാണും. ഇങ്ങനെ സത്യസന്ധനാണ്, അഴിമതിക്കാരനല്ല, അതുകൊണ്ട്. പക്ഷേ പിൽക്കാലത്ത് അത് പോയി. ഇത് സർവീസിനുള്ളിലും സംഭവിക്കുന്നുണ്ട്. പ്രശാന്ത് പറയും ബാക്കി.
ആക്ച്വലി അത് തന്നെയാണ് പോയിന്റ്. അതായത് ഈ ഭരണഘടനയിൽ ഈ ആർട്ടിക്കിൾ 39, 310, 311 ഇതിൻ്റെയൊക്കെ പരിരക്ഷ കിട്ടുന്ന ആൾക്കാരാണ് IAS IPS. കാരണം നമ്മുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി പ്രസിഡൻ്റാണ്. ഇവിടുന്ന് എന്താ പറയുക, ഒരു കൊള്ളയും കൊലപാതകവും പിടിച്ചു എന്ത് തോന്നിയാസം ചെയ്തു കഴിഞ്ഞാലും ശരി, ഒരു ഓൾ ഇന്ത്യ സർവീസുകാരനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. അവിടം വരെ പോകണം. അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ഇന്നേ വരെ അങ്ങനെ ആരും മാറ്റിയിട്ടുമില്ല. ആകെ വിരലിലെണ്ണാവുന്ന കുറച്ച് പേരെ മാത്രമാണ് പുറത്താക്കാൻ പോലും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പരിരക്ഷ കിട്ടുന്ന IAS IPS നിലപാട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ സാറ് നേരത്തെ പറഞ്ഞ പോലെ വേറെ പണിക്ക് പോകുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനത്തെ യാതൊരു സുരക്ഷയും ഒന്നുമില്ലാത്ത സാധാ വില്ലേജ് ഓഫീസർമാർ, സാധാരണ SIമാർ, കോൺസ്റ്റബിൾമാർ, ഇവരൊക്കെ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് ഈ സിസ്റ്റം ഇത്രയെങ്കിലും ഓടുന്നത്. ഞാൻ കണ്ണു നള്ളിയൊന്നും പോയിട്ടുണ്ട്. ഒരു ഈ അവസരത്തിൽ പറയാമല്ലോ, ഇപ്പം എൻ്റെ ഈ വിഷയത്തിൽ അടിയും ഇതൊക്കെ തുടങ്ങുന്നതിനകത്ത് ഒരു ഫയലിനകത്തുള്ള ഒരു വിയോജനക്കുറിപ്പിൽ നിന്നാണ് ഇത് മൊത്തം തുടങ്ങുന്നത്. ആ വിയോജനക്കുറിപ്പ് എനിക്ക് അതിൻ്റെ ഉള്ള വിവരം കിട്ടുന്നത് ഫീൽഡിൽ നിന്നുള്ള ഒരു ST ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്തു നിന്നാണ്. അയാളെ ഇനി നടത്താനൊന്നും ബാക്കിയില്ല. അയാൾ ടോട്ടലി ഫ്രസ്ട്രേറ്റഡായി. പക്ഷേ അയാൾ ശരിക്കും വേണ്ടിയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം ട്രൈബ്സിന്, ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കേണ്ട ഭൂമി എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് സർക്കാർ നയമുണ്ട്. റെഡ് സോൺ അല്ല കൊടുക്കുക. റെഡ് സോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെങ്കുത്തായി കിടക്കുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പോകുന്നത്. അത് ഉന്നത തലത്തിലുള്ള പല ഉദ്യോഗസ്ഥർ കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് അതിനകത്ത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ് റെഡ് സോൺ ആണെന്ന്. പക്ഷേ റെഡ് സോൺ എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക? അതിൽ വിയോജനക്കുറിപ്പെടുത്ത് അവിടെ നിന്നാണ് തുടങ്ങുന്ന ഇഷ്യൂ. ഈ ഇഷ്യൂ, കുറേ ഇഷ്യൂകളുണ്ട്, എല്ലാം ഒന്നും പബ്ലിക്കിൽ വന്നിട്ടില്ല, പോട്ടെ, അവിടെ കേട്ടെ. പക്ഷേ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയത്, ഇത് പുറത്ത് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് വന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ഈ പ്രശ്നം പറഞ്ഞത് ഒരു സാധാരണ യാതൊരു സുരക്ഷയും ഇങ്ങനത്തെ ഒരു ഇതും ഇല്ലാത്ത ഒരാളാണ്. അത്തരം ഉദ്യോഗസ്ഥർ ഉള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രതീക്ഷ. അവരാണ് നട്ടിലുള്ള വ്യക്തികൾ, യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ. അവർക്ക് വേണ്ടി നമ്മൾ പൊതുസമൂഹം എന്ത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അവരൊക്കെ ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോൾ, അവർ ഓരോന്നിൽ കൊടുക്കുമ്പോഴും നമ്മളൊന്നും മിണ്ടാറില്ല. ബേസിക്കലി ഒരു ലാക്ക് ഓഫ് സെൽഫ് റെസ്പെക്റ്റും കൂടെയാണ് ഇതിനകത്ത്. നമുക്കൊക്കെ ആത്മാഭിമാനം വല്ലാതെ അങ്ങ് കുറഞ്ഞു പോയി. ഈ പറഞ്ഞ പോലെ എടാന്ന് വിളിക്കുമ്പോൾ ഓന്ന് വിളി കേൾക്കാൻ, തിരിച്ച് ഓച്ചാനിച്ച് നിൽക്കാനുള്ളൊരു ടെൻഡൻസി സെൽഫ് റെസ്പെക്റ്റോടെ, അത് അഹങ്കാരമൊന്നുമല്ല. സെൽഫ് റെസ്പെക്റ്റോടെ നാട്ടിൽ നിവർത്തി നിന്ന് സംസാരിക്കാനുള്ളൊരു ശേഷി വേണം. അത് ഉദ്യോഗസ്ഥനായാലും ശരി, പൗരനായാലും ശരി. ഇത് ശരിയായിരിക്കണം. പക്ഷേ അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഹയറാർക്കി അല്ല, റൂൾ ഓഫ് ലോ ആണ്. ഹയറാർക്കി അനുസരിച്ചാണെങ്കിൽ രാജഭരണത്തിൽ നടക്കുന്ന കേസാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഓക്കെയാണ്, മേലേന്ന് പറഞ്ഞു അതുകൊണ്ട് ഓക്കെയാണ്. ഇതങ്ങനെയല്ല. ഇപ്പോൾ റൂള് നോക്കിയിട്ട് റൂള് പ്രകാരം ഇങ്ങനെയാണ് സാറേ, എനിക്കിത് സൗകര്യമില്ല എന്ന് ഭരണഘടന വരുന്നതിന് മുമ്പ് CPയുടെ കാലഘട്ടത്തിൽ പറയാൻ ധൈര്യം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞു. ഇന്ന് ഭരണഘടനയുടെ പരിരക്ഷയും കൂടെ ഉണ്ടായിട്ട് എന്നിട്ടും തിരിഞ്ഞു എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഞാനും ഇപ്പോൾ സർവീസിൽ വന്നിട്ട് ഇപ്പം 19 വർഷമായി. ഈ 19 വർഷത്തിൽ എനിക്കും പറയാനുണ്ട്, ഞാൻ കയറിയ കാലഘട്ടത്തിൽ കാണുന്ന കേരളത്തിലുള്ള സിവിൽ സർവീസ് അല്ല ഇന്ന്. ഇത് അധപ്പതിച്ചിട്ടേ ഉള്ളൂ, താഴോട്ട് പോയിട്ടേ ഉള്ളൂ. ഈ നട്ടലുള്ളവരെ ഒതുക്കുകയും, അല്ലെങ്കിൽ ഈ കപ്പാസിറ്റി ഉള്ള, ശരിക്കും സത്യത്തിന് വേണ്ടി നിൽക്കാൻ ശേഷിയുള്ളവരെ ഇറലവൻ്റ് ആക്കി കളയുക, അല്ലെങ്കിൽ അവരവരുടെ നിൽക്കട്ടെ. ദാറ്റ്സ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിമിനലൈസ് ചെയ്തിട്ടുള്ളവരുടെ നെറ്റ്വർക്ക് ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. അത് പല മേഖലകളിൽ നിന്നുള്ള ക്രിമിനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ നെറ്റ്വർക്ക് വളരെ ശക്തി പ്രാപിച്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഫാക്റ്റ്. അതിനെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അവിടെ ഒരു സമൂഹത്തിൻ്റെ ടോട്ടൽ ഒരു തിരിച്ചറിവും ഒരു റിയാക്ഷനും റെസ്പോൺസും ഒക്കെ വന്നില്ലെങ്കിൽ ഇതൊക്കെ പാസ് ചെയ്ത് പോവേ ഉള്ളൂ. അൺലെസ് വി റിയലൈസ് ഈ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഇൻഡിവിജ്വലിനുള്ള, നമ്മൾ കേരളത്തിൽ പൊതുവെ സമൂഹത്തിൻ്റെ, കേരളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം അടിച്ച് ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ അധികാരം, അയാളുടെ റൈറ്റ്, അയാളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആയിക്കോട്ടെ, ഫ്രീഡം ഓഫ് മൂവിങ് അറൗണ്ട് ആയിക്കോട്ടെ, അയാളുടെ സെൽഫ് റെസ്പെക്റ്റ് ആയിക്കോട്ടെ, ഇത് ബഹുമാനിക്കാനുള്ളൊരു മടി ഒരുപക്ഷെ നമ്മളുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഷാനി, ഒരു വരി, ഈ പോലീസ് സേനയിലെ ക്രിമിനലുകളെ പറ്റി സംസാരിക്കുമ്പോൾ ആ വിഷയം അഡ്രസ്സ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ADGP ഒരു ക്രിമിനലാണെന്ന് കേരള ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ വരികയും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം, ഇങ്ങനെ ഒരാൾ ഇവിടെ തുടരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒബ്സർവേഷൻ വിധിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അദ്ദേഹം ക്രിമിനലാണെന്ന് തെളിയിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, സർക്കാരിൻ്റെ മുമ്പിലുള്ളപ്പോൾ, നമ്മൾ ഈ പണി ഏൽപ്പിക്കുന്നത്
നമ്മൾ സിനിമയിൽ കാണുന്ന ക്രിമിനലിനേക്കാൾ, ജോർജ് ഏമാനേക്കാൾ എത്രയോ വലിയ ക്രിമിനലിനെയാണ് നമ്മൾ ഈ പണി ഏൽപ്പിക്കുന്നതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അത്തരം ആളുകളെ സർവീസിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ SIO CIO തല്ലിയ കേസാണ് സംസാരിക്കുന്നത്. വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഒരു ചർച്ചയ്ക്കും അല്ലെങ്കിൽ ഒരു മീഡിയയ്ക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ വലിയ ക്രിമിനൽ ഇതിനെ നയിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകരുത്. അഴിമതി കേസ് നേരിടുന്ന, അഴിമതി നടത്തിയ ആൾ വിജിലൻസിന്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിലെ അഴിമതി നിരോധനത്തെ പറ്റി സംസാരിക്കുന്നതും കൂടി നമ്മൾ ആലോചിക്കണം. തീർച്ചയായും. അപ്പോൾ വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. നന്ദി സുജിത്, ഹരീഷ്, ശ്രീ ഹേമേന്ദ്രൻ, ശ്രീ പ്രശാന്ത്, എല്ലാവരുടെയും. ഞാൻ സമയപരിമിതി കൊണ്ട് മാത്രമാണ് നമുക്കത് അവസാനിപ്പിക്കാൻ ആവില്ല എന്നറിയാം. കാരണം അത്രയധികം ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്നറിയാം. പക്ഷേ കൃത്യമായ സമയ പരിധിയോടെ പോകേണ്ടതാണ്. എത്ര സങ്കീർണമാണെന്നും പക്ഷേ പരിഹാരങ്ങൾ എത്ര ലളിതമാണെന്നും എനിക്കതാണ് ഈ സെഷനിൽ വിദഗ്ധർ പറയുന്നതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്നിടത്തെ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നും നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.